Actually, I must thank Professor Rajendra Pilanganta for giving me this opportunity. For whatever, like his health reasons, I got this chance to come here. I hope I will do justice to your expectations, sir. I wouldn't be able to convey the way he teaches because he is excellent orator. Sir can manage to simplify terms with examples, but I hope I don't know how well it will go. But still, considering the curiosity, I was actually surprised that the hospital is giving a chance for public to get exposed to a very, very, very recent topic, which is epigenetics. And I do not know how to put that into simple words, but let me start somewhere, right? So, എൻ്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ എപ്പിജനറ്റിക് ബിഹേവിയർ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് ഇട്ടെങ്കിലും ഇറ്റ് റൈം വിത്ത് ദ ടൈറ്റിൽ വിച്ച് വാസ് ഗിവൺ ഹിയർ, ദാറ്റ് ഇസ് സോഷ്യൽ എപ്പിജനറ്റിക്സ്. അതിലോട്ട് നമ്മൾ ഇൻറ്ററാക്ഷൻ സെഷനിലായിരിക്കും അതിലോട്ട് വരുന്നത്. സോ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ എപ്പിജനറ്റിക്സിൻ്റെ ഒരു ബേസിക്സ് പറയാം, അതെന്താണ് എപ്പിജനറ്റിക്സ് എന്ന് എൻ്റെ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ് പ്രൊഫസർ രാജേന്ദ്രൻ സർ വിൽ interact. So we will have two sessions. One is where I will convey the simple basics, and then second is interaction where you can ask your എന്താണെന്നറിയാം അല്ലേ, സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഹെറിഡിറ്റിയുടെ സ്റ്റഡിയാണ് ജെനറ്റിക്സ്. ആൻഡ് പക്ഷേ 2010 അവരുടെ ടൈം മാഗസീൻ്റെ കവറ് കണ്ടോ, അവരെന്താ പറയുന്നത്, വൈ യുവർ DNA isn't your destiny എന്ന് വെച്ചാൽ ജെനറ്റിക്സ് ഈസ് കണക്റ്റഡ് ടു DNA, പക്ഷെ അതല്ല നമ്മുടെ ഡെസ്റ്റിനി എന്നാണ് 2010 പറയുന്നത്. 2024 അവർക്ക് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് കാണാം. ഓക്കെ, I will come to that in the last slide. So let us start the journey. I think ഇതുപോലത്തെ ഫോട്ടോസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, FBയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ. അതുണ്ടോ, 1980 ഒരു പിക്കും 2009 ഒരു പിക്ക്. അത് രണ്ടും ഒരേ കുട്ടിയാണോ? No, those are father and son. Okay, so we can see that similarity in the expression. നമ്മളെല്ലാവരും ഉള്ളത് ഹ്യൂമൻ മൈൻഡ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഒരു ഡോഗിന് അല്ലെങ്കിൽ ഒരു ക്യാറ്റിന് അതിൻ്റെ കുട്ടി അതിൻ്റെ പോലെ ആണോ എന്നൊരു ചിന്ത വരുന്നില്ല അല്ലേ. പക്ഷേ മനുഷ്യന് എപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ജനിക്കുമ്പം തന്നെ മൂക്ക്, കണ്ണ്, നമ്മളെല്ലാം കമ്പയർ ചെയ്യും അല്ലേ, ആരെ പോലെയാണ്. സോ ഈ ജെനറ്റിക്സ് എന്ന ഒരു സബ്ജക്റ്റ് ഒരു ബയോളജി റിസർച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റുഡൻസിൻ്റെ മാത്രമല്ല, ഇറ്റ് ഈസ് കോമൺ മാനിൻ്റെ ഒരു സബ്ജക്റ്റാണ്. എല്ലാവരുടെയും ഒരു താല്പര്യമുള്ള സബ്ജക്റ്റാണ് ജെനറ്റിക്സ്, ഇസ്ൻ്റ് ഇറ്റ്? സോ നമ്മൾ ഓഫ്കോഴ്സ് എപ്പിജെനറ്റിക്സിലോട്ട് പോകുമ്പോൾ ജെനറ്റിക്സ് വഴിയാണ് എപ്പിജെനറ്റിക്സിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജെനറ്റിക്സ് നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻഫർമേഷൻ എവിടെയാണ്? നമ്മുടെ DNA എന്ന് പറയുന്നത് എവിടെ? നമ്മുടെ ബോഡിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ആ ഓരോ സെല്ലിൽ അല്ലേ, സെല്ലെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടല്ലേ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ എല്ലാ ഓർഗൻ, നമ്മുടെ ബ്ലഡ് എല്ലാം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. വി ആർ നത്തിങ് ബട്ട് അക്യുമുലേഷൻ ഓഫ് സെൽസ് അല്ലേ. ആ ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഓരോ ന്യൂക്ലിയസിൽ നമ്മുടെ ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോമിലാണ് നമ്മുടെ DNA ഉള്ളത്. സോ ക്രോമസോം ഇസ് നത്തിങ് ബട്ട് എ ബണ്ടിൽ ഓഫ് DNA. ആ DNAയിലാണ് നമ്മുടെ ജീൻസ് ഉള്ളത്. ആ ജീൻസിൻ്റെ എഫക്റ്റാണ് നമ്മുടെ ഹെറിഡിറ്റി ആയിട്ട് കാണുന്നത് അല്ലേ. that is what makes us, isn't it? So that is the fact which I think most of us know, right? So if we expand, zoom ചെയ്ത് നോക്കിയാൽ ഒരു സെല്ല്, അതിൻ്റെ ഉള്ളിൽ ക്രോമസോം, ഈ ക്രോമസോം ശരിക്കും ഒരു നൂല്, DNA ഒരു നൂല് പോലെയാണ്. ആ നൂല് ചുറ്റിയിരിക്കുന്നത്
ഇവിടെ കാണുന്ന ഈ റൗണ്ട് സ്ട്രക്ചേഴ്സില്ലേ, അതാണ് പ്രോട്ടീൻ, ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസിൻ്റെ മുകളിൽ ചുറ്റി വൈൻഡ് ചെയ്ത് കോമ്പാക്റ്റായിട്ട് അത് ചുറ്റി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്രോമസോം. ഓക്കെ, ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ DNA പോകുന്നതെന്ന് വെച്ചാൽ, ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന സംഭവം വേറെ എവിടെയോ അല്ല, അത് ഡയറക്റ്റ്ലി DNA ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ജെനറ്റിക്സ്, എപ്പി മീൻസ് ബിയോണ്ട്, ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ജെനറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ട് ഈ ഹെറിഡിറ്ററിനെ DNA ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ബിയോണ്ട് ജെനറ്റിക്സ് എന്ന സംഭവം DNA ആയിട്ട് തന്നെയാണ് കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആക്ച്വലി ആ DNAയുടെ ഫണ്ടമെൻ്റൽസിലോട്ട് പോകണം. ഓക്കെ, നിങ്ങൾക്ക് ഈ എപ്പിജെനറ്റിക്സ് എന്തുവാണ് എന്ന് ഞാൻ കാണിക്കാനാണ് ശ്രമിക്കുന്നത്, എവിടെയാണ് ഇതിൻ്റെ ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് എനിക്ക് DNA എന്തുവാണ് എന്ന് പഠിപ്പിക്കാനല്ല ഉദ്ദേശം. പക്ഷേ ഈ പറയാൻ പോകുന്ന എപ്പിജെനറ്റിക് ചേഞ്ച് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് കൺവേ ചെയ്യാനാണ് ഞാൻ ഈ DNA വരുന്നത്. പലർക്കും അറിയാമായിരിക്കും DNA സ്ട്രക്ചർ. സ്കൂളിൽ +2 ബയോളജി പഠിച്ച കുട്ടികൾക്കൊക്കെ DNAയുടെ സ്ട്രക്ചറൊക്കെ അറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റീകോൾ ചെയ്യാനാണ് ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. ഈ DNA നമുക്ക് ഐ തിങ്ക് ഇപ്പം കോവിഡിന് ശേഷം DNA, RNA, പ്രത്യേകിച്ചും RNA ഒരു കോമൺ മാൻ ടേം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും RNA വൈറസ്, കോവിഡ് വൈറസ്, റിയൽ ടൈം PCR അങ്ങനത്തെ വേർഡ്സൊക്കെ ഇപ്പം വളരെ കോമൺ ആണ്. എന്നാലും ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഞാനിത് ഈ സ്ലൈഡ് കാണിക്കുകയാണ്. അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ DNA ഒരു നൂല് പോലെയാണ് ക്രോമസോമിൽ നിന്ന് തുടങ്ങുന്നെങ്കിലും പിന്നീട് അത് ഇങ്ങോട്ട് കാണുമ്പോൾ രണ്ട് സ്പൈറൽ ഇതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ലാഡറിനെ നമ്മൾ സ്പൈറലായിട്ട് തിരിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഈ DNA ഉള്ളത്. അപ്പോൾ ഇതൊരു ചെയിനാണ്. ആ ചെയിനിൻ്റെ അവിടെ കുറച്ച് കുഞ്ഞു ആൽഫബറ്റ്സ് കാണുന്നില്ലേ, ACGT എന്നൊക്കെ, അതാണ് അതിൻ്റെ മോണോമർ. സോ DNA ഒരു പോളിമറാണ് ശരിക്കും. ഈ ATGC എന്ന് പറയുന്നത് ആക്ച്വലി ജസ്റ്റ് ദേ ആർ സം കെമിക്കൽ മോളിക്യൂൾസ്. ഞാൻ ജസ്റ്റ് ആ മോളിക്യൂൾസ് കാണിക്കാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എത്രമാത്രം സിമ്പിളാണ് നമ്മുടെ DNA. സോ ഇത് ഒരു ലാഡറിൻ്റെ ഇമേജാണ്, DNA ലാഡറിൻ്റെ ഇമേജ്. ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ RNA കാണണം. RNA എന്ന് പറയുന്നത് രണ്ട് ചെയിനല്ല, ഒരു ചെയിനാണ്. പക്ഷെ DNA രണ്ട് പാരലലി പോകുന്ന ചെയിനാണ്, റെയിൽവേയുടെ ട്രാക്ക് പോലെ ഒന്നിച്ച് പാരലലി പോകുന്ന സംഭവമാണ് DNA. അതാണ് RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസം. സോ ആ DNA നമ്മൾ കുറച്ചും കൂടി സൂം ചെയ്താൽ നമുക്ക് കാണുന്നത് ഈ മോളിക്യൂൾസാണ്, ATGC എന്നൊക്കെ പറഞ്ഞ മോളിക്യൂൾസ്. ആ മോളിക്യൂൾസ് ശരിക്കും നമ്മൾ അതിനെ കുറച്ചും കൂടി ക്ലോസർ വ്യൂവിൽ, ഇനി നമ്മൾ മോളിക്യൂളിലോട്ട് വരികയാണ്, വന്ന് നോക്കിയാൽ A ഫോർ അഡെനിൻ, T ഫോർ തൈമിൻ, G ഫോർ ഗുവാനിൻ, C ഫോർ സൈറ്റോസിൻ ആയിട്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. 26 ലെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് എന്ത് വേണേലും എഴുതാം. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ബൈനറി ഡിജിറ്റിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 1-0 അല്ലേ. 1-0 വെച്ച് നമുക്ക് എന്തും എഴുതാം, റൈറ്റ്. അങ്ങനത്തെ ഒരു കോഡ് ലാംഗ്വേജാണ് DNAയിലുള്ളത്. ആ ലാംഗ്വേജിന് ആകെ 4 ആൽഫബറ്റ്സേ ഉള്ളൂ. അത് ATGC എന്ന് വെച്ചാൽ അഡെനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഈ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് DNAയുടെ ലാംഗ്വേജ്. അത്രയേ ഉള്ളൂ. DNA എന്ന് വെച്ചാൽ ഈ ലാംഗ്വേജിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ആൽഫബറ്റ്സും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പല കോമ്പിനേഷൻസിൽ പല ലെൻസിൽ ഇങ്ങ് കിടക്കുക നമ്മുടെ DNA-യിൽ. സോ ആ മോളിക്യൂൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ അഡെനിൻ തൈമിനെ മുകളിലത്തെ ഇമേജിലും ഗുവാനിൻ സൈറ്റോസിനെ താഴത്തെ ഇമേജിലും കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 പാരലൽ സ്ട്രാൻഡ്സ് ആണ്. പക്ഷേ ഈ പാരലൽ സ്ട്രാൻഡ്സിനെ ഒന്നിച്ച് നിർത്തുന്നത് ഈ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്, ബോണ്ടിങ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. സോ അഡെനിൻ്റെ ബോണ്ടിങ് തൈമിൻ്റെ കൂടെയാണ്, പക്ഷേ നോട്ട് വിത്ത് G or C. ഓക്കെ, A ബോണ്ട്സ് വിത്ത് T ആൻഡ് G ബോണ്ട്സ് വിത്ത് C. എന്ന് വെച്ചാൽ ഒരു സ്ട്രാൻഡിൽ A ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ അതേ സ്ഥലത്ത് T ആയിരിക്കും. ഇപ്പുറത്ത് G ആണെങ്കിൽ അപ്പുറത്ത് C ആയിരിക്കും. ഓക്കെ, അതിൽ മാറ്റമില്ല. സോ ആ ഒരു ബോണ്ടിങ് കാരണം കൊണ്ട്
ഈ 2 സ്ട്രാൻഡ്സ് എപ്പോഴും ഒന്നിച്ചാണുള്ളത്. ഓക്കെ ആ സ്ട്രാൻഡാണ് ഈ ക്രോമസോമിൽ കാണുന്നത്. അങ്ങനത്തെ നമ്മുടെ ബോഡിയിൽ വി ഹാവ് 23 pairs ഓഫ് ക്രോമസോം ഓരോ സെല്ലിൽ. ഓക്കെ, ഓരോ സെല്ലിൽ ഇങ്ങനെ നമ്മുടെ DNA ഉണ്ട്. ഈ ശരിക്കും ആ DNA എന്താ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒരു ഷുഗർ മോളിക്യൂളുണ്ട്. ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ ഒരു ഷുഗർ മോളിക്യൂൾ, 2 ഷുഗർ മോളിക്യൂൾ തമ്മിലൊരു ഫോസ്ഫേറ്റ് ബോണ്ട്, പിന്നെ ഈ ബേസ്, ഈ 4 മോളിക്യൂൾസ് ബേസസ് എന്ന് പറയും. സോ മെയ്ഡപ്പ് ഓഫ് നത്തിങ്, കാർബൺ, ഹൈഡ്രജൻ, ജസ്റ്റ് ഒരു സിംപ്ലിഫൈ എന്ന് പറയാം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഫുൾ എക്സിസ്റ്റൻസ്. നമ്മൾ ഈ പറയുന്ന നമ്മളായാലും വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇൻഫർമേഷൻ വരുന്നത്, വെദർ ദാറ്റ് സെൽ ഷുഡ് ബിക്കം എ ഹ്യൂമൻ ബീങ് ഓർ ദാറ്റ് സെൽ ഷുഡ് ബിക്കം എ അമീബ ഓർ ദാറ്റ് സെൽ ഷുഡ് ബിക്കം എ ഡോഗ് ഓർ എ ക്യാറ്റ്, റൈറ്റ്? ആ ഇൻഫർമേഷൻ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ്. നമ്മളെല്ലാം ബേസിക്കലി കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ആണ്. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. സോ ടു ദ മോളിക്കുലർ ലെവൽ. ഓക്കെ, ഇത് സെയിം തിങ് ആണ്. അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഇഗ്നോർ. അപ്പോൾ ഈ ജീൻ എന്ന് പറയുന്നത് എവിടെയാണ്? സോ ജീൻ ഈസ് നത്തിങ് ബട്ട് ഒരു ലൊക്കേഷൻ ഇൻ ദ DNA. അത് ഒന്നല്ല, പല സ്ഥലത്തും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് നമ്മൾ കാസർഗോഡിൽ നിന്ന് കാഞ്ഞങ്ങാട്, നീലേശ്വരം പോകുന്ന വഴിക്ക് ബേക്കലുണ്ട്, അങ്ങനെ ഉദുമ, അങ്ങനെ ഓരോ സ്റ്റോപ്പുണ്ട്. സോ ഈ ജീൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനാണ്. സോ ഈ DNA എന്ന് പറയുന്നത് അങ്ങ് മൈൽസ് ലോങ് ആണ്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ലോങ് ആണ് അതിൻ്റെ ലെങ്ത്ത് ഒരു ക്രോമസോമിൽ. അപ്പോൾ അത്രയും വലിയൊരു സാധനം എന്തുമാത്രം കോമ്പാക്റ്റ് ആയിട്ടാണ് നമ്മുടെ സെല്ലിലുള്ളത്. സോ ആ ലെങ്ത്തിൽ ചില റീജൻസ് ഉണ്ട്. ആ റീജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാ ജീൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ആ ജീൻസിലാണ് നമ്മുടെ ഇൻഫർമേഷൻ ഹിഡൻ ആയിട്ടുള്ളത്, റൈറ്റ്? നമ്മൾ പറയുന്ന മൂക്ക്, അമ്മേനെ പോലത്തെ മൂക്ക്, അച്ഛൻ്റെ പോലെ കണ്ണ് എന്നൊരു ഇൻഫർമേഷൻ ഉള്ളത് ആ ജീനിലാണ്. അങ്ങനത്തെ പല പല ജീൻസ് ഈ എൻറ്റയർ DNA-യിലുണ്ട്. എല്ലാ ക്രോമസോമും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് വേണ്ട സകല ജീൻസും അതിലുണ്ട്. അതാണ് അതിൻ്റെ ഇത്. അല്ലാണ്ട് ജീൻ വേറൊരു സാധനമല്ല, ഈ DNA-യുടെ ഒരു പാർട്ട് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ. പക്ഷെ നമ്മുടെ ക്രോമസോമിൽ 1.5% DNA മാത്രമേ ഉള്ളൂ ജീൻ. ബാക്കിയെല്ലാം ജങ്ക് DNA എന്ന് പറയും. പക്ഷെ ജങ്ക് അല്ല, അതിന് വേറെ റോളുണ്ട്. ബട്ട് ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് അത് വേറൊരു ഏരിയ ആണ്. ബട്ട് ഞാൻ ജസ്റ്റ് ഇതിന് പറഞ്ഞതേ ഉള്ളൂ. കാരണം അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ജീൻ കഴിഞ്ഞാൽ അടുത്ത ജീൻ അങ്ങനെയല്ല. ഈ ജീനുകളുടെ ഇടയിൽ കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ? ഒരു ഇമ്പോർട്ടൻറ്റ് ടൗൺ കഴിഞ്ഞാൽ അടുത്ത ടൗണിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലമില്ലേ, അതുപോലെ. സോ നമ്മൾ ഈ ജീനിനെ സൂം ചെയ്ത് നോക്കുമ്പം സ്വാഭാവികമായിട്ട് ആ ലാംഗ്വേജ് ഏതായിരിക്കും? ATGCയുടെ പല പല കോമ്പിനേഷൻസ് ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ കോഡ് ലാംഗ്വേജ്. സോ ആ കോഡ് ലാംഗ്വേജ് മാറിയിരിക്കും. ഓരോ ജീനിന് ആ ഇൻഫർമേഷൻ വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം ആ ഓരോ ജീനിനും ഒരു പ്രത്യേക ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പും ഉണ്ട് അല്ലേ? ഒരു വില്ലേജ് എന്ന് പറയുമ്പം ഒരു വില്ലേജിൻ്റെ സ്റ്റാർട്ടും സ്റ്റോപ്പില്ലേ, ഒരു ബൗണ്ടറിയില്ലേ? ഇപ്പം നിങ്ങളുടെ വീടായാലും അതിനൊരു അതിരുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം നിങ്ങളുടെ വീടല്ല. അപ്പോൾ അതുപോലെ ഇതിന് ഓരോ ജീനിനും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ പോർഷനല്ല. സോ അങ്ങനെ ആണ് ഈ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ജീനിൽ നിന്ന് എങ്ങനെയാണ് നമ്മളിലോട്ട്, ഇപ്പം ഹൗ ഡസ് ഇറ്റ് കം ഔട്ട്? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് DNA മാത്രമല്ലല്ലോ. DNA-യിൽ നിന്ന് ഇൻഫർമേഷൻ ഹാസ് കം ഔട്ട് പ്രോട്ടീനായിട്ട്. സോ ഈ കണക്ഷനാണ് RNA. ഞാൻ ആദ്യം കാണിച്ച RNA ശരിക്കും പറഞ്ഞാൽ അതൊരു മെസ്സഞ്ചർ വർക്കാണ്. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണ് DNA. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ് DNA, നമ്മുടെ സെല്ലിൻ്റെ. അവിടെ ആ DNA-യുടെ ആകെയുള്ള ജോലി എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സേവ് ചെയ്യുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യുന്നില്ല DNA. ജസ്റ്റ് ആ കോഡ് ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് DNA ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് മെസ്സഞ്ചർ RNA-യിലോട്ടാണ്. ഓക്കെ, മെസ്സഞ്ചർ RNA
മൂലമാണ് അത് പ്രോട്ടീനിലോട്ട് വരുന്നത്. പിന്നെയാണ് ആ ഇൻഫർമേഷൻ കാരണം കൊണ്ടാണ് നമ്മളൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ. ഓക്കെ, സോ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാം അല്ലേ, എല്ലാ സെല്ലിലും സെയിം DNA ആണ് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ എംബ്രിയോ, ബോൺ, ലിവർ അങ്ങനെ. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ സെല്ലും ഒരുപോലെ അല്ലാത്തത്? ഒരു മസിലിൻ്റെ സെല്ലിൻ്റെ DNA-യും ബോണിൻ്റെ DNA-യും സെയിം ആണ്, പക്ഷേ ദേ ആർ നോട്ട് ദ സെൽസ് ആർ ഡിഫറെൻറ്റ്. ബിക്കോസ് അതിൻ്റെ ആ ജീനിൽ നിന്ന് പുറത്തേക്ക് പോയ ഇൻഫർമേഷൻ ഒരുപോലെ അല്ല പോകുന്നത്, അവിടെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ആ ഡിഫറൻസ് കാരണം കൊണ്ടാണ് ഈ ഓരോ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് സെൽസ് ഉണ്ടാവുന്നതും. ഈവൻ നമ്മുടെ ഒരു ബേബിയുടെ ജീൻ എക്സ്പ്രഷൻ അല്ല ഒരു അഡൾട്ടിൻ്റെ, അത് മാറിക്കൊണ്ടിരിക്കും അല്ലേ നമ്മുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അനുസരിച്ച് ഈ ഇൻഫർമേഷൻ. അപ്പോൾ എന്തുമാത്രം പക്കയായിട്ടാണ് ഈ റെഗുലേഷൻ നടക്കുന്നത്? ഈ കോഡ് ലാംഗ്വേജിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നടക്കുമ്പോഴാണ് ഇതെല്ലാം ഈ പ്രോസസ്സസ് നമ്മൾ കാണുന്നത്. ഓക്കെ, അവിടെ എവിടെയെങ്കിലും തകരാറ് വരുമ്പോഴാണല്ലോ ഈ ഓരോ ഡിസീസസ് വരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഇൻഫർമേഷൻ വാസ് നോൺ ക്വൈറ്റ് ഐ തിങ്ക് 1940s, ഈവൻ 1900. ഈ മെൻ്റൽ ഡിസ്കവറി കഴിഞ്ഞ ഒരു 19th സെഞ്ച്വറി തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഇൻഫർമേഷൻസൊക്കെ വന്ന് ഇത് 1994 ഈ കാണുന്ന നമ്മുടെ ടൈം മാഗസീൻ്റെ ഇത് കവർ പേജ് വരാൻ കാരണം ഈ DNA-യുടെ സീക്വൻസിങ്, ആ ATGC കോഡ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി, ഡീകോഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവർ പേജ് വന്നത്. കാരണം DNA ജെനറ്റിക്സും DNA-യും നമ്മുടെ എക്സിസ്റ്റൻസ് തമ്മിലുള്ള കണക്ഷൻ മൊത്തം കിട്ടി. ആ കണക്ഷൻ കിട്ടിയപ്പം ഇപ്പോൾ ജെനറ്റിക്സ് ഇസ് ദ ഫ്യൂച്ചർ എന്ന് പറയാൻ കാരണം നമുക്ക് ഇപ്പോൾ ജീൻസിൻ്റെ സീക്വൻസ് അറിയാമെങ്കിൽ നമുക്ക് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂൾ എന്താണ്? വി ക്യാൻ കറക്റ്റ് അല്ലേ, ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും ജീൻ തെറാപ്പി ഉപയോഗിച്ച്. സോ അങ്ങനെ ക്യാൻസർ ആയാലും വേറെ പല ഡേഞ്ചറസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ കൺജനറ്റൽ ഡിസോർഡേഴ്സ് നമുക്ക് ഇങ്ങനത്തെ ജീൻ തെറാപ്പി, ജീനിൽ തന്നെ ആ ഇൻഫർമേഷൻ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്താൽ പിന്നെ ആ ബേബി അസുഖം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊരു യുഗമാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് 94 നമുക്ക് ജെനറ്റിക്സ് ഇസ് ദ ഫ്യൂച്ചർ നൗ എന്ന് പറഞ്ഞ് മാഗസീൻ വന്നു, ഇതിൽ കവർ പേജ് വന്നു. പക്ഷേ 2010 അവർ തന്നെ മാറ്റി എഴുതുന്നു, DNA isn't your destiny എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ അവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഡെസ്റ്റിനി അല്ല, അതിൻ്റെ ഇടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന സംഭവം, ദാറ്റ് ഈസ് എപ്പിജെനറ്റിക്സ്. ഓക്കെ, സോ ഇപ്പോൾ DNA-യിൽ ഇൻഫർമേഷൻ ഉണ്ട്, ഓക്കെ, അവിടെ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ ഈ DNA-യുടെ പുറത്ത് ഓക്കെ സം കെമിക്കൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കെമിക്കൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ മാസ്ക് ആവുന്നുണ്ട്. ഇൻ ദ സെൻസ് വേറെ എന്തോ ഒരു ഇൻഫർമേഷനായി മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ കണ്ടാൽ DNA മാത്രമല്ല, DNA വൈൻഡ് ചെയ്തിരിക്കുന്ന, ഞാൻ ആദ്യം ഒരു പ്രോട്ടീൻ പറഞ്ഞില്ലേ, ഹിസ്റ്റോൺ എന്നൊരു ബോൾ പോലത്തെ, അതിൻ്റെ മുകളിലുള്ള DNA ചുറ്റിയിരിക്കുന്നത്. ആ പ്രോട്ടീനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ DNA-യുടെ മുകളിലോ ചില കെമിക്കൽ മോഡിഫിക്കേഷൻ, മീത്തൈലേഷൻ, ഈത്തൈലേഷൻ, ഫോസ്ഫോറൈലേഷൻ, അങ്ങനത്തെ പല മോഡിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ മോഡിഫിക്കേഷൻസ് നടന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ചില RNA-യും അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. സോ ഇങ്ങനത്തെ ചേഞ്ചസ് വരുമ്പം ഈ കോഡ് ലാംഗ്വേജിൻ്റെ മീനിങ് മാറിപ്പോകുന്നു. ഓക്കെ, സോ നമ്മൾ DNA സീക്വൻസ് ചെയ്യുന്നതും പുറത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് എപ്പിജെനറ്റിക്സ്, ബിയോണ്ട് ജെനറ്റിക്സ്. ജെനറ്റിക്സ് അല്ല, ബിയോണ്ട് ജെനറ്റിക്സ്. സോ ഇങ്ങനത്തെ ഒബ്സർവേഷൻസ്, സോ നമ്മൾ ആദ്യം കാണിച്ച സ്ലൈഡ് തന്നെ ആണിത്. സോ അതിൽ വി ക്യാൻ സീ സം കെമിക്കൽ മോഡിഫിക്കേഷൻസ് ഇൻ ദ DNA. സോ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുമ്പോൾ എന്താ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്ന്, പക്ഷേ കാണുന്നത് വേറെ. സോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല, എല്ലാ ഓർഗാനിസംസിൽ കാണപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഇത്. ഫോർ എക്സാമ്പിൾ ഇത് 97 ചെയ്ത സ്റ്റഡിയാണ്. ഇത് എന്തുവാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? +2 പഠിച്ച്
കണ്ണ്. ആ യെസ്, ആരുടെ കണ്ണ്? അവിടെ എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ ഈച്ചയല്ല, ഡ്രോസോഫില്ല എന്ന് പറയും, കുഞ്ഞ് ഈച്ചയുടെ കണ്ണാണ് അത്. ഇത് 2 ഡിഫറെൻറ്റ് ഈച്ചയുടെ കണ്ണുകളാണ്. ഒന്നിൽ നിങ്ങൾക്ക് റെഡ് കളർ കാണാം, ഒന്നിലില്ല. ആക്ച്വലി 2 ഈച്ചകളിലും ഒരേ ജീനാണ്. ആ ജീനിൻ്റെ സീക്വൻസിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ പറഞ്ഞ ATGC ഇൻഫർമേഷൻ സെയിം ആണ്. പക്ഷേ ഒരു ഈച്ചയുടെ കണ്ണിന് റെഡ് കളർ ഇല്ലാതെ പോയി. അങ്ങനെ വരാൻ കാരണം ആ പർട്ടിക്കുലർ ജീനിലുള്ള ഇൻഫർമേഷൻ മാസ്കായി, ബിക്കോസ് ഓഫ് ഈ പറഞ്ഞ കെമിക്കൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എപ്പിജെനറ്റിക് ചേഞ്ചസ് കാരണം. സോ ഇങ്ങനത്തെ എക്സാമ്പിൾസ് വന്നപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഈ കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആക്ച്വലി ഈ കേസിൽ ആ ജീന് അവിടെ നിന്ന് മാറി വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി ഡ്യൂറിങ് അതിൻ്റെ ഡിവിഷനിൽ. സോ അങ്ങനെ ട്രാൻസ്ഫർ ആയപ്പോൾ ആ ജീൻ പോയി ഇരുന്ന സ്ഥലം ഈ കെമിക്കൽ മോഡിഫിക്കേഷൻസ്, മീത്തൈലേഷൻ ഒരുപാട് നടക്കുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി ക്രോമോസോമിൽ. അപ്പോൾ ജീൻ അവിടെ ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് മാസ്ഡ്. അതാണ് അവിടെ ഈ റെഡ് കളർ ഇല്ലാതെ പോയത്. ആ പർട്ടിക്കുലർ ഓർഗൻസ് 97 റിപ്പോർട്ട് ചെയ്ത. ദിസ് ഈസ് an example of identical twins. 2014 10 years before വന്ന റിപ്പോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡന്റിക്കൽ ട്വിൻസ് ജനറ്റിക്കലി സെയിം ആണ്. ദേ ആർ ക്ലോൺസ് ഓഫ് ഈച്ച് അതർ അല്ലേ? എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് പലർക്കും അറിയായിരിക്കും അവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്നാലും ഉണ്ടാവും അല്ലേ? കുഞ്ഞു വ്യത്യാസം. ആ വ്യത്യാസങ്ങൾ അവരുടെ ബിഹേവിയറിൽ കാണാം, ലുക്കിൽ, ഈറ്റിംഗ് ഹാബിറ്റ്സ് പലതും ഉണ്ടാവും. അങ്ങനത്തെ ചേഞ്ചസ് ഇപ്പം സ്റ്റഡി ചെയ്ത് വരുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എപ്പിജെനറ്റിക് ചേഞ്ചസ്. അവരുടെ ഫുഡും അവരുടെ എൻവയോൺമെന്റ് കാരണം. ദിസ് ഈസ് എൻ എക്സാമ്പിൾ വേർ 2 സിസ്റ്റേഴ്സ്, അതിൽ ഒരാൾക്ക് ലുക്കീമിയ ഉണ്ട്. ലുക്കീമിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, നമുക്കറിയാം അല്ലേ? സോ ബട്ട് ഈ ശരിക്കും ഒരു ജനറ്റിക് ഡിസോർഡർ ആണെങ്കിൽ, ട്വിൻസ് ആണെങ്കിൽ 2 പേർക്കും ഉണ്ടാവേണ്ടതില്ല, കാരണം അവരുടെ 2 പേരുടെയും DNA സെയിം ആണ്. പക്ഷെ ദിസ് ഇസ് എ കേസ് വേർ ഒരാൾക്ക് ഇല്ല, ഒരാൾക്കുണ്ട്. കാരണം ഒരാളുടെ ജീനിന്റെ ഇൻഫർമേഷൻ മാസ്ക് ആയിപ്പോയി. ആ മാസ്കിങ് ആണ് ഈ നമ്മൾ പറഞ്ഞ എപ്പിജെനറ്റിക് ചേഞ്ചസ് കാരണം കൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. ഒരാൾക്ക് ലുക്കീമിയ ഉണ്ട്. ലുക്കീമിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, നമുക്കറിയാം അല്ലേ? സോ ബട്ട് ഈ ശരിക്കും ഒരു ജനറ്റിക് ഡിസോർഡർ ആണെങ്കിൽ, ട്വിൻസ് ആണെങ്കിൽ 2 പേർക്കും ഉണ്ടാവേണ്ടതില്ല, കാരണം അവരുടെ 2 പേരുടെയും DNA സെയിം ആണ്. പക്ഷേ ദിസ് ഇസ് എ കേസ് വേർ ഒരാൾക്ക് ഇല്ല, ഒരാൾക്കുണ്ട്. കാരണം ഒരാളുടെ ജീനിൻ്റെ ഇൻഫർമേഷൻ മാസ്ക് ആയിപ്പോയി. ആ മാസ്കിങ് ആണ് ഈ നമ്മൾ പറഞ്ഞ എപ്പിജെനറ്റിക് ചേഞ്ചസ് കാരണം കൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. ഇതൊരു എക്സാമ്പിളാണ്. ഈ ഒരു എപ്പിജെനറ്റിക് ചേഞ്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റിവേഴ്സബിളാണ്. റിവേഴ്സബിൾ മീൻസ് ഒരു ചേഞ്ച് വന്നാൽ തിരിച്ചും അതിന് പഴയ പോലെ ആവാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. പിന്നെ ഇതിന് പല പല ജനറേഷൻസിലോട്ടും ട്രാൻസ്ഫർ ആകാൻ പറ്റും. എന്ന് വെച്ചാൽ കുട്ടി അടുത്ത തലമുറയ്ക്കൊക്കെ ഇത് ഇൻഫർമേഷൻ പോകാതെ ഇരിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത ജനറേഷനിൽ പോവും എന്ന് പറയുമ്പം അതിൽ ചിലവർക്ക് മനസ്സിലാവും മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ATGC ഇൻഫർമേഷൻ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സാധാരണ മ്യൂട്ടേഷൻ എന്ന് പറയും. മ്യൂട്ടേഷൻസ് സംഭവിച്ചാൽ ചിലപ്പം ജീൻസിൻ്റെ ഇൻഫർമേഷൻ മാറും. പക്ഷെ അങ്ങനത്തെ ചേഞ്ച് നെക്സ്റ്റ് തലമുറയ്ക്ക് പോയാൽ അത് കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ ട്രാവൽ ചെയ്യും. എത്ര ഒരു 10ാമത്തെ ജനറേഷൻ എടുത്താലും ആ ചേഞ്ച് അവിടെ ഉണ്ടാവും. പക്ഷേ എപ്പിജെനറ്റിക് ചേഞ്ചസ് അങ്ങനെയല്ല. ഇവർക്ക് അടുത്ത ജനറേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ജനറേഷനിൽ തിരിച്ച് ഇല്ലാതെയോ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ലെവല് കൂടാം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ഈ ജനറ്റിക്സും എപ്പിജെനറ്റിക്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ജനറ്റിക്സ് മീൻസ് കറക്റ്റ് അടുത്തടുത്ത ജനറേഷൻ നമ്മൾ കാണുന്നുണ്ട്. എപ്പിജെനറ്റിക്സ് മീൻസ് ഇറ്റ് മേ നോട്ട്, ഇറ്റ് മേ ഓർ മേ നോട്ട്. അതിൻ്റെ വേറൊരു വളരെ വളരെ ഫേമസ് ആയൊരു ഉദാഹരണം, ഇത് ഒരു വെള്ളത്തിൽ കാണുന്നൊരു ചെറിയൊരു ഫ്ലീയാണ്, മൈക്രോസ്കോപ്പിക് ആയ ഒരു ഇൻസെക്റ്റാണ് ഡാഫ്നിയ എന്ന് പറഞ്ഞത്.
അതിൽ ഒരെണ്ണത്തിന് മേളിലൊരു കൂർത്ത സംഭവമില്ല, ഒരു സ്വാഡ് പോലെ ഒരു ഹെൽമെറ്റാണത്, കൂർത്ത ഹെൽമെറ്റ്, മറ്റേലില്ല. ഈ ഡാഫ്നിയയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വെള്ളത്തിൽ കാണുന്നതാണ്. പ്രെഡേറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിന് ഹാം ചെയ്യുന്ന വേറെ ജീവികൾ ആ ഭാഗത്തുണ്ടെങ്കിൽ ഈ ഡാഫ്നിയയുടെ തലയിൽ ഇങ്ങനെ ഒരു കൂർത്ത സാധനം മുളച്ച് വരും. ഓക്കെ, പക്ഷേ അപ്പോൾ അതിൻ്റെ ആ ഡേഞ്ചറുള്ള സംഭവം അവിടെ ഇല്ലയെന്ന് വെച്ചോ, സേഫാണെങ്കിൽ ഇതിൻ്റെ കുട്ടിക്ക് ഈ കൂർത്ത സാധനം ഉണ്ടാവും, പക്ഷെ ചെറുതായിരിക്കും. ഇവൻച്വലി അത് ഇല്ലാതെയാവും. പക്ഷേ തിരിച്ച് അതേ വെള്ളത്തിൽ അവർക്ക് ഡേഞ്ചർ കോസ് ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങോട്ട് വന്നാൽ, സപ്പോസ് അതിൻ്റെ 4ാമത്തെ ജനറേഷനാണ്, അതിന് പിന്നെയും ഈ സാധനം മുളയ്ക്കാൻ തുടങ്ങും. സോ അത് ഉണ്ടാവാം, ഇല്ലാതെയാവാം, ചെറുതായിക്കൊണ്ടിരിക്കും, ഇല്ലാതെയാവും, പിന്നെയും വേണമെങ്കിൽ അതിന് കിളിക്കാം. സോ അങ്ങനെ ഒരു റിവേഴ്സിബിൾ, ഇപ്പം അതിൻ്റെ മനുഷ്യന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് വാലുണ്ട്, വേണമെങ്കിലുണ്ട്, നാളെ ഇല്ല എന്ന് പറയുന്ന പോലെ ഇതിനുണ്ട്, ഇല്ല, അങ്ങനെ. സോ ഇങ്ങനെ ഒരു എക്സാമ്പിൾ, ഇത് ഒരുപാട് സ്റ്റഡി ചെയ്ത ഒരു എക്സാമ്പിളാണ്. ആക്ച്വലി ഈ എപ്പിജെനറ്റിക്സ് എന്ന സംഭവം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഞാൻ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, നമുക്ക് ബ്രെയിൻ ഉണ്ട്, തിങ്ക് ചെയ്യാൻ, നമുക്ക് കാലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ തീ പിടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും അല്ലേ? പക്ഷേ പ്ലാന്റ്സിന് അത് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അവർക്ക് ചിന്തിക്കാനുള്ള ബ്രെയിൻസും ഇല്ല. പക്ഷേ എന്നാലും പ്ലാന്റ്സ് പല ഡേഞ്ചറസ് സിറ്റുവേഷൻസും സർവൈവ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ഈ പറഞ്ഞ എപ്പിജെനറ്റിക് ചേഞ്ചസ് ആണ്. മനുഷ്യനേക്കാളും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഈ എപ്പിജെനറ്റിക് ചേഞ്ചസ് ആണ് ഇവരെ ഈ എൻറ്റയർ എവല്യൂഷണറി ടൈം സ്കെയിലിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് എപ്പിജെനറ്റിക് ചേഞ്ചസ്. ഞാൻ ജസ്റ്റ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ മാത്രമാണെന്നല്ല, എല്ലാ ഓർഗാനിസംസിലും കാണുന്ന ഒരു സംഭവമാണ്. ഇത് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ ചെർണോബിൽ ആക്സിഡൻറ്റ് കേട്ടിട്ടുണ്ടോ? റഷ്യയിലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ലീക്കേജ് കൊണ്ടുണ്ടായത്. അവിടുത്തെ ചെടികൾ നോക്കിയപ്പം മനുഷ്യരൊക്കെ കുറേ എല്ലാവരും മരിച്ചും പോയി, അവിടെ നിന്ന് എസ്കേപ്പുമായി, പലർക്കും പല അസുഖങ്ങളും വന്നു. പക്ഷേ എന്നാലും കുറേ ചെടികൾ അവിടെ ഉണ്ട്, അവർ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ അവരുടെ ജീൻസിൽ ഈ പറഞ്ഞ എപ്പിജെനറ്റിക് ചേഞ്ചസ് വളരെ വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ സ്റ്റഡീസ് ഉണ്ട്. ഇൻഫാക്റ്റ് ഇങ്ങനത്തെ ചേഞ്ചസ് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ, നമ്മൾ 2 ഡിഫറെൻറ്റ് സ്പീഷീസാണെന്ന് വിചാരിക്കുന്ന ചെടികൾ പലപ്പോഴും സെയിം സ്പീഷീസാണ്, അവരുടെ DNA സെയിം ആണ്. പക്ഷേ ജസ്റ്റ് ഈ എപ്പിജെനറ്റിക് ചേഞ്ചസ് കാരണം ഇവരുടെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോകുന്ന എക്സാമ്പിൾസ് ചെടികളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് 1999 നേച്ചറിൽ പബ്ലിഷ് ചെയ്ത ഒരു വളരെ വളരെ ഫേമസ് ആയ ഒരു സ്റ്റഡിയാണ്. ഇങ്ങനത്തെ സ്റ്റഡീസ് പിന്നീട് ഒരുപാട് സ്റ്റഡീസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പല ഹാംഫുൾ കെമിക്കൽസ് ആയാലും ലൈഫ് സ്റ്റൈൽ ആയാലും ഇറ്റ് ഈസ് എഫക്റ്റിംഗ് അവർ എപ്പിജെനറ്റിക് ഇൻഫർമേഷൻ. പെസ്റ്റിസൈഡ്സ്, വിൻക്ലോസോളിൻ എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡാണ്. അതിൻ്റെ എഫക്റ്റ് റാറ്റ്സിൽ മെയിൽ സ്റ്റെറിലിറ്റിയും കിഡ്നി പ്രോബ്ലംസ് അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡി ചെയ്തപ്പോൾ ഈ വിൻക്ലോസോളിൻ കൺസ്യൂം ചെയ്ത റാറ്റിൻ്റെ 4ാമത്തെ തലമുറയിലും ഈ പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട്, അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞതായിട്ട്. സോ അതിൻ്റെ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് ഈ പെസ്റ്റിസൈഡ് കാരണം കൊണ്ട് ഈ ഓർഗാനിസമിൽ എപ്പിജെനറ്റിക് ചേഞ്ചസ് വളരെ ഹൈ ആയിരുന്നു. അല്ലാണ്ട് മ്യൂട്ടേഷൻസും ജനറ്റിക് ചേഞ്ചസ് മാത്രമല്ല, ഇത് ഹെറിറ്റബിൾ ആയിരുന്നു. 4ാമത്തെ തലമുറ വരെ കണ്ട വളരെ ഫേമസ് ആയ ഒരു എക്സാമ്പിളാണ് എലിയിൽ കാണുന്നത്. ഐ തിങ്ക് പലരും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, പണ്ട് നമ്മൾ യൂസ് ചെയ്ത് ഗുഡ് നൈറ്റ്, ഗ്രാമത്തിൽ അത്രയും പ്രശ്നമില്ല, സിറ്റീസിലൊക്കെ ഈ കൊതുക് ശല്യം ഭയങ്കര ഹൈ ആണ്. ഗുഡ് നൈറ്റ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല, കൊതുക് നല്ലോണം ഡിസ്റ്റർബ് ചെയ്യുക. അതുപോലെ ഹിറ്റൊന്നും വർക്ക് ചെയ്യില്ല കോക്രോച്ചസിൻ്റെ പോളിൽ, അല്ലെങ്കിൽ ചില പണ്ടത്തെ പെസ്റ്റിസൈഡ്സ് ഇപ്പം വർക്ക് ചെയ്യില്ല.
അങ്ങനത്തെ ഇൻസെക്ട്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിനോമിനാണ് അഡാപ്റ്റേഷൻ. പെട്ടെന്ന് അവർ ഈ കെമിക്കൽസിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അഡാപ്റ്റേഷൻ മെയിൻലി എപ്പിജനറ്റിക് ചേഞ്ചസ് കാരണം കൊണ്ട് സംഭവിക്കുന്നത്. ഇപ്പം പിന്നെ റീസെൻ്റ്ലി ഒരു 2020 വന്ന റിപ്പോർട്ടാണ്. സാറ് ഇമ്മ്യൂണോളജി എക്സ്പേർട്ടാണ്, എന്നാലും ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വരെ എപ്പിജനറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, സ്ഥിരം അവന് സ്കൂളിൽ നിന്ന് പനിയും ജലദോഷം കിട്ടും, മമ്മയ്ക്കും പപ്പയ്ക്കും എന്താ പനി കിട്ടാത്തത്? മിക്കപ്പോഴും നമുക്ക് കിട്ടാറില്ല. കുഞ്ഞിപ്പം LKG UKG പോകുന്ന കുട്ടികൾ സ്ഥിരം അവർക്ക് ഗോൾഡാണ്, കാരണം അവർ ആദ്യമായിട്ടാണ് ഈ ഓർഗാനിസംസിനെ കാണുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് കിട്ടാറില്ല. അഫ്കോഴ്സ് ഇമ്മ്യൂണിറ്റിയുടെ വേറൊരു സൈഡുണ്ട്, ഡോക്ടേഴ്സിനൊക്കെ അറിയാം. പക്ഷെ അത് കൂടാതെ അതിൻ്റെ അതിൽ വേറൊരു റോൾ പ്ലേ ചെയ്യാനുള്ളത് എപ്പിജനറ്റിക്സിനും കൂടിയിട്ട് ട്രെയിൻഡ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ എല്ലാം, ഈ ഇൻഫർമേഷൻ എല്ലാം എപ്പിജനറ്റിക് സിഗ്നേച്ചേഴ്സ് വഴി നമ്മുടെ അടുത്ത ജനറേഷനിൽ പോകുന്നുണ്ട്, ഫ്രം ഫാദർ ആൻഡ് മദർ ബോത്ത്. സോ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉള്ള വ്യക്തിക്ക് മോന് കൂടുതൽ ചാൻസാണ് ഡയബറ്റീസ് കിട്ടാൻ. അത് കൂടിക്കൂടി വരും അടുത്തടുത്ത തലമുറയ്ക്ക്, നമ്മളവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പം അതുപോലെ സ്മോക്ക് ചെയ്യുന്ന മദറിൻ്റെ ഫോട്ടോ ആണ് അവിടെ കാണുന്നത്. അത് കണ്ടോ, ആ അമ്മയുടെ വയറ്റിൽ കുട്ടിയുടെ ഉള്ളിലുള്ള സെൽസ്, ആ സെൽസ് അടുത്ത മൂന്നാമത്തെ തലമുറയ്ക്കുള്ള സെൽസാണ്. അതുവരെ ആ ഇൻഫർമേഷൻ ഓൾറെഡി അവിടെ ഹാം ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ട്രാൻസ്ഫറബിൾ ആണ്. അതിൻ്റെ ഒരു സ്ട്രോങ് എക്സാമ്പിളാണ്. ഇൻഫാക്റ്റ് എവറിത്തിങ് ആൻഡ് എനിത്തിങ് ഇൻ അവർ കോണ്ടാക്ട്, ഇറ്റ് ഈസ് സോഷ്യൽ ഇമ്പാക്ട്സ്. നമ്മുടെ സൈക്കോളജിയും നമ്മുടെ ഹാബിറ്റ്സും എല്ലാം അതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ എപ്പിജനറ്റിക് സിഗ്നേച്ചേഴ്സിന്. സ്മോക്കിംഗ്, ഈവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, നമ്മുടെ മൈൻഡ് അനുഭവിക്കുന്ന സ്ട്രെസ്സ്, നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ്, ഫിയർ, ട്രോമ, ലാക്ക് ഓഫ് നമ്മുടെ സോഷ്യൽ പ്രഷർ, എല്ലാം എവറിത്തിങ് ഹാസ് സം സിഗ്നേച്ചർ. നമ്മൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ പണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് അടിക്കുമായിരുന്നു. ഇപ്പോൾ രാവിലത്തെ ഒരു ടോക്കിലുണ്ട് ഭയങ്കരമായിട്ട്, അപ്പം നമ്മുടെ മനസ്സിലൊരു ഫിയറുണ്ട്. പക്ഷെ ഇപ്പം കുട്ടികളുടെ അടുത്ത് ആ പരിപാടി നടക്കത്തില്ല, അല്ലേ? ആ കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലത്തെ ഏജിലുള്ള നമ്മുടെ കോൺഫിഡൻസും കുട്ടികളുടെ കോൺഫിഡൻസ് വ്യത്യാസമുണ്ട്. അവരുടെ നെക്സ്റ്റ് ജനറേഷൻ നോക്കുക, അതിനേക്കാളും കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മുടെ സൈക്കോളജിക്കൽ അപ്പം നമുക്ക് അതവസ്ഥയെങ്കിൽ ദർ ആർ മെനി അതർ ഡേഞ്ചറസ് എക്സാമ്പിൾസ് ഇൻ ദ സൊസൈറ്റി വിച്ച് കോസ് ഈ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹാം എവിടെയെല്ലാം അതിൻ്റെ റിപ്പിൾസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ അറിയുന്നു ഈ എപ്പിജനറ്റിക് ചേഞ്ച് വന്നു എന്ന്? സിമ്പിളാണ്. നമുക്ക് DNA സീക്വൻസ് കോഡ് ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാൻ പറ്റുമല്ലോ, ATGC. അതുപോലെ തന്നെയാണ് ആ ATGCയിൽ എന്തെങ്കിലും കെമിക്കൽ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ സീക്വൻസിങ് ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. സോ ജീനോം സീക്വൻസിങ് പോലെ എപ്പിജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഇപ്പം വളരെ കോമൺ ആയിട്ട് യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ചേഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരു എപ്പോഴാണ് 2012 തന്നെ അറിഞ്ഞൊരു സംഭവമാണ്. ഐ തിങ്ക് പലർക്കും അറിയാം, തേനീച്ചയുടെ കൂടെ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കൂടെ റാണിയുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, ഡ്രോൺസ്. അപ്പോൾ അങ്ങനെ പല ഇതുണ്ട്. ഈ ഡ്രോൺസ് പിന്നെ മെയിൽസാണ് പോട്ടെ, ക്വീനും വർക്കേഴ്സും എല്ലാം ഫീമെയിൽസാണ്. പക്ഷേ ഫീമെയിലിൽ തന്നെ പല ജോബ് ഡിവിഷൻസ് ഉണ്ട്. അതനുസരിച്ച് ഇവരുടെ സൈസ് വ്യത്യാസങ്ങളുണ്ട്. റാണിക്ക് വലിയ സൈസും. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് ഇൻ ദ സൈസ് വരാൻ കാരണം അവർ കഴിക്കുന്ന ഫുഡാണ്. ഈ ഫുഡിൻ്റെ ഡിഫറൻസ് കാരണം. പക്ഷേ ഈ ഫുഡ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എപ്പിജനറ്റിക് ചേഞ്ചാണ് നടക്കുന്നത്. ആ എപ്പിജനറ്റിക് ചേഞ്ച് കാരണം കൊണ്ട് അവരുടെ DNA പുറത്തേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ തന്നെ മാറുകയാണ്.
അപ്പോൾ അവരുടെ എൻറ്റയർ ആ ലുക്ക് തന്നെ മാറി, അവരുടെ സ്വഭാവം മാറി. അത് ആൻസിൽ 2012 തന്നെ കണ്ടുപിടിച്ചാണ്. പിന്നെ ഇത് ഒരു അഡാപ്റ്റേഷൻ്റെ മാത്രമല്ല, ദിസ് എക്സാമ്പിൾ വേ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ കാരണം പുതിയ സ്പീഷീസ് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എവല്യൂഷനിൽ പുതിയ സ്പീഷീസ് എന്ന് വെച്ചാൽ ഇപ്പം പല പല ഐലൻഡ്സ് ഫോം ചെയ്തപ്പോൾ ആ ഐലൻഡിൻ്റെ ഫുഡും അവിടുത്തെ ക്ലൈമറ്റും അനുസരിച്ച് നമുക്കറിയാമല്ലോ, പണ്ട് നമ്മുടെ എൻറ്റയർ ലാൻഡ് മാസ് ഒറ്റ പീസായിരുന്നു, പിന്നീടാണ് ഓരോ കോണ്ടിനെൻറ്റ്സ് ആയിട്ട് ഫോം ചെയ്തത്. അങ്ങനത്തെ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ്റെ സമയത്ത് അഫ്കോഴ്സ് DNA-ക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ചില എക്സാമ്പിൾസ് ഉണ്ട് വേർ DNA-യുടെ ചേഞ്ചിനേക്കാളും കൂടുതൽ എപ്പിജനറ്റിക് ചേഞ്ചസ് കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ എപ്പിജനറ്റിക്സ് ചേഞ്ചസ് കാരണം കൊണ്ടാണ് ഇവർ വേറെ സ്പീഷീസ് തന്നെ ആയി മാറിയത്, അല്ലേ? വേറെ സ്പീഷീസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, മനുഷ്യരും ചിമ്പാൻസിയും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, പക്ഷേ നമ്മൾ വേറെ സ്പീഷീസാണ്, അല്ലേ? അതുപോലെ ഇപ്പം ഫോക്സും ഡോഗും സിമിലർ ആണ്, പക്ഷെ അവർ വേറെ സ്പീഷീസാണ്. അതുപോലെ അപ്പോൾ അങ്ങനെ ഇപ്പം പണ്ട് ഡാർവിൻ്റെ തിയറി മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു സയൻറ്റിസ്റ്റ്. ലാമാർക്കിസം എന്നൊരു തിയറി എന്താ പറയുക, ശക്തമായിട്ട് ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു ഒരു 20 വർഷം മുമ്പ്. പക്ഷേ ഈ എപ്പിജനറ്റിക്സ് വന്നതിന് ശേഷം രണ്ടും ഉണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. ഡാർവിൻസിൻ്റെ തിയറിയും ലാമാർക്കിൻ്റെ തിയറിയും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇപ്പം പറയുന്നത്. സോ നമ്മുടെ ഈ ജനറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഡ്രൈവ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ എവല്യൂഷനും ബയോഡൈവേഴ്സിറ്റിയും മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക്സ് മാത്രമല്ല, എപ്പിജനറ്റിക്സും ഇത് നമ്മുടെ എവല്യൂഷന് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയുമാണ് ബേസിക്സ് ഓഫ് എപ്പിജനറ്റിക്സ്. ഇപ്പോൾ കഴിഞ്ഞ 20 ഇയേഴ്സിൽ നമ്മുടെ റിസർച്ച് പബ്ലിക്കേഷൻസ് നോക്കിയാൽ പണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ സ്റ്റഡി, ആ റെഡ് കളറിൽ കാണുന്നത് ജനറ്റിക് കോസസ് ഓഫ് ക്രോണിക് ഡിസീസസിൻ്റെ റിസർച്ച് പബ്ലിക്കേഷൻസ് ആണ്. ആ ബ്ലൂ കളറിൽ കാണുന്നത് എപ്പിജനറ്റിക്സിൻ്റെ റിസർച്ച് പബ്ലിക്കേഷനാണ്. കഴിഞ്ഞ 20 വർഷത്തിൽ നോക്കിയാൽ ആദ്യം ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ കോസ് പേപ്പേഴ്സ് ആയിരുന്നു ഹയർ. പക്ഷേ ഇപ്പം വന്ന് നോക്കുമ്പം എപ്പിജനറ്റിക് കോസസിലാണ് കൂടുതൽ റിസർച്ച് നടക്കുന്നത്. കാരണം ജനറ്റിക് കോസസ് കൊണ്ട് പലപ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. ആദ്യം കാണിച്ച 2 ട്വിൻസിൻ്റെ കഥ, 2 ട്വിൻസ് ഒരേ DNA ആണ്, പക്ഷേ ഒരാൾക്ക് ഡിസീസ് ഉണ്ട്, ഒരാൾക്കില്ല. അതുപോലെ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഹിഡൻ ആയിരുന്നു എപ്പിജനറ്റിക്സിൽ. അതാ ഇപ്പോൾ എല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ അപ്പം ഈ സ്വാഭാവികമായിട്ട് ഈ ട്രോമ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വരുമ്പം ഈ എപ്പിജനറ്റിക്സ് ബിക്കം സോഷ്യലി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ബിക്കോസ് നമുക്കറിയാം സൈക്കോളജി ഈസ് എ വെരി സോഷ്യലി ഇൻ്റർ കണക്റ്റഡ് ആസ്പെക്റ്റ്. ഇത് ഒരു റാറ്റിൽ ചെയ്ത സ്റ്റഡിയാണ്. റാറ്റ്സിനെ പേടിപ്പിച്ചു, ട്രോമ കൊടുത്തു. ആ ട്രോമ കൊടുത്ത റാറ്റും കൊടുക്കാത്ത റാറ്റ്സിൻ്റെ DNA കമ്പയർ ചെയ്തപ്പോൾ ഈ ട്രോമ അനുഭവിച്ച റാറ്റ്സിൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് വരെ അതിൻ്റെ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. കുറഞ്ഞ് വന്നാലും ചില ജീൻസ് എപ്പിജനറ്റിക്കലി മോഡിഫൈഡ് ആയിരുന്നു. റിപ്പോർട്ടാണ്. ദിസ് ഇസ് ഗാർഡിയനിൽ 2015 തന്നെ വന്ന റിപ്പോർട്ടാണ്. ഹോളോകാസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹിറ്റ്ലർ വിക്ടിംസ് ആയിരുന്നല്ലോ. അങ്ങനത്തെ കുട്ടികളുടെ ഗ്രാൻഡ് ചിൽഡ്രനിൽ വരെ ഈ ട്രോമയുടെ സിഗ്നേച്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ലാക്ക് ഓഫ് കോൺഫിഡൻസും ഫിയർ, ഇൻസെക്യൂരിറ്റി, അത് ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. പക്ഷേ ദേ ഹാവ് നോട്ട് അണ്ടർഗോൺ ദി ഹോളോകോസ്റ്റ് ടോർച്ചർ, റൈറ്റ്? ബട്ട് സ്റ്റിൽ വി ക്യാൻ സീ സം റെമനൻസ് ഓഫ് ദി എപ്പിജനറ്റിക് സിഗ്നേച്ചേഴ്സ്. സോ അങ്ങനെ ഇപ്പം എപ്പിജനറ്റിക്സ് ഇസ് ദ മിസ്സിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഏർലി ലൈഫ് സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ. ഓൾഡർ ഏജിൽ കാണുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ കാണുന്ന ഡിപ്രഷൻ ചിലപ്പം പ്രീവിയസ് തലമുറയുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ട്രോമ ആയിരിക്കാം. അതിൻ്റെ മിസ്സിംഗ് ലിങ്ക് എപ്പിജനറ്റിക്സിലാണെന്നാണ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത്. പല എക്സാമ്പിൾസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ന്യൂറോൺസ് ആർ വെരി ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ എപ്പിജനറ്റിക്സ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവസ് സിസ്റ്റം ഈസ് ദ മോസ്റ്റ് വൾണറബിൾ. എപ്പിജനറ്റിക് ചേഞ്ചസിൻ്റെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ഈ നമ്മുടെ ബ്രെയിൻ. അപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് സേ ഐ ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, ഓക്കെ, ഞാൻ എന്നെ കണ്ടാലേ അറിയാമല്ലോ ഓവർ ഈറ്റിങ്ങും കുറച്ച് ഡയബറ്റിക്കിൻ്റെ സിംറ്റംസ് വരാനുള്ള സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ കൊച്ചിനും ഏകദേശം ആ സ്വഭാവമുണ്ട്. പക്ഷെ ഞാൻ മോൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ചെറുതായപ്പോൾ എനിക്ക് എപ്പിജെനറ്റിക്സ് എന്തോന്ന് അറിയില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ സ്റ്റോപ്പ് വരുത്തണമെങ്കിൽ എൻ്റെ മോൻ മനസ്സുകൊണ്ട് വിചാരിക്കണം, ഹീ ഷുഡ് നോട്ട് ഹാവ് ദ ബാഡ് ഹാബിറ്റ്സ് വിച്ച് ഐ ഹാവ്, ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ദെയർ സോ ദാറ്റ് നെക്സ്റ്റ് ജനറേഷൻ മുതൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 60-ാമത്തെ വയസ്സിൽ വരുന്ന അസുഖങ്ങളിൽ എൻ്റെ അച്ഛന് 50-ാമത്തെ വയസ്സിൽ, എനിക്ക് 40-ാമത്തെ വയസ്സിൽ, എൻ്റെ കൊച്ചിന് 30-ാമത്തെ വയസ്സിൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അങ്ങനെ ഒരു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് എപ്പിജെനറ്റിക്സിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, റിവേഴ്സിബിൾ ആണ്. സോ അത് നമുക്ക് സോഷ്യലി വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അത് മാറ്റാൻ പറ്റും. സോ ഇത് എക്സ്പോഷർ ടു വാർ ആൻഡ് കോൺഫ്ലിക്റ്റിൽ എക്സ്പോസ് ചെയ്തവരുടെ പല ജീൻസും, ഇപ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ്, ബവൽ ഇതിൻ്റെ സിൻഡ്രോംസും, അങ്ങനെ പല ഫാക്ടേഴ്സിൽ ഇൻവോൾവ് ആയ ജീൻസിൽ കാണുന്ന ചേഞ്ചസും, ആ ചേഞ്ചസ് ഇൻഹെറിറ്റഡ് ആയതിൻ്റെ സ്റ്റഡീസാണ് 2023 നടന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ ന്യൂറോൺസിൻ്റെ സ്റ്റഡീസ് ഒരുപാട് നടക്കുന്നുണ്ട്. സോ എൻവിറോൺമെൻറ്റ് ആൻഡ് ജീൻസ് രണ്ടും വേണം. നമ്മളീ കാണുന്ന നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ജീൻസ് മാത്രമല്ല, നമ്മുടെ എൻവിറോൺമെൻറ്റും കൂടെ. എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ വീട്, നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. എവ്രിതിങ് ഇൻവോൾവ്. അത് രണ്ടും കൂടി കമ്പൈൻഡ് ആകുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ. അപ്പോൾ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കാം. 94 ജെനറ്റിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ 2010, ഇനി 2024 ആക്ച്വലി August 5, 2024 ടൈംസ് തന്നെ അടുത്ത വാർത്ത ഇറക്കി. പക്ഷെ അന്നത്തെ കവർ പേജ് ആയിട്ട് ബന്ധമില്ല, കാരണം എലക്ഷൻ്റെ സമയം ആയതുകൊണ്ട് അവർ നമ്മുടെ എപ്പിജെനറ്റിക്സിനൊന്നും കവർ പേജിൽ സ്ഥലം കൊടുത്തില്ല. പക്ഷെ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലേഖനം ഉണ്ടായിരുന്നു, വേർ ദ എപ്പിജെനറ്റിക്സ് ഹാസ് ദി പവർ ടു ട്യൂൺ ദ ജീൻസ്. ട്യൂൺ ചെയ്യുക, ജീൻസിനെ ട്യൂണിങ് ചെയ്യുന്ന ഒരു പവറുണ്ട്. ആ ട്യൂണിങ് നമുക്ക് മാറ്റാൻ പറ്റും. സോ അതാണ് ആക്ച്വലി നമ്മൾ അത് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, അത് ശരിയാവുന്നുണ്ട് അല്ലേ. ആ ശരിയാവുന്നുണ്ട്. നമ്മൾ മോളിക്കുലർ റീസൺ സ്റ്റഡി ചെയ്താൽ അവരിൽ ആ എപ്പിജെനറ്റിക് ചേഞ്ചസ് റിവേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷനിൽ ഇത് സെയിം ഡിസോർഡേഴ്സ് ട്രാൻസ്ഫറബിൾ ആവണമെന്നില്ല, ചിലപ്പോൾ മൈൽഡായിട്ടായിരിക്കും. സോ അങ്ങനത്തെ നമ്മൾ ആക്ച്വലി ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മോളിക്കുലർ റീസൺസ് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. സോ ട്യൂൺ ചെയ്യാൻ പറ്റും നമ്മുടെ DNA-നെ. സോ നമ്മുടെ DNA-യുടെ ജനറ്റിക് ഇൻഫർമേഷൻ മാറ്റാൻ പറ്റും. അത് ജീൻ തെറാപ്പി, അത് വേറെ. പക്ഷെ അഡൾട്ട്സിൽ നമുക്ക് അങ്ങനെ ജീൻ ചേഞ്ച് ഒന്നും ചെയ്യാൻ ഈസി അല്ല. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ മെഡിക്കേഷൻസും സൈക്കോളജിക്കൽ അപ്രോച്ച് വെച്ചിട്ട് വി ക്യാൻ റിവേഴ്സ് സം ഓഫ് ദി ചേഞ്ചസ്, നോട്ട് ഓൾ ബട്ട് സം ഓഫ് ദി ചേഞ്ചസ്. സോ വിത്ത് ദറ്റ് ഐ ഡോണ്ട് നോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ ഇല്ലെന്ന്. സോ അതോടെ ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു ഡോക്ടർ ജാസ്മിൻ ഫോർ സച്ച് എ വണ്ടർഫുൾ പ്രസൻറ്റേഷൻ. വളരെ നന്നായിരുന്നു മാഡത്തിന്. എനിക്ക് തോന്നുന്നു നല്ലൊരു കയ്യടി നമ്മൾ കൊടുക്കണം. കാരണം എനിക്ക് തോന്നുന്നത് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഏറ്റവും നന്നായിട്ട് മലയാളത്തിൽ പ്രസൻറ്റ് ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകതയും. മാഡം ബേസിക്കലി ഫ്രം ഗുജറാത്ത് അല്ലേ? അപ്പം ഇവിടെ വന്നിട്ടുള്ള സോഷ്യൽ എപ്പിജെനറ്റിക്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടത് ശരിക്കും മാറ്റങ്ങൾ. അപ്പോൾ അതാണ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ആദ്യമായിട്ട് മാനുഷം പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്കിവിടെ വരാനൊരവസരം ഉണ്ടായത്. നേരത്തെ
ഇവിടെ വന്ന മാഡം നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഇത് പറഞ്ഞിട്ട്, നേരത്തെ ഇവിടെ സംസാരിച്ച യോഗേഷ് ശർമ്മ, അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ മല്ലമൂലെ സാറുണ്ട്, ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒരു ബന്ധം, അദൃശ്യമായ ബന്ധം ഈ സ്ഥാപനമായിട്ട് ഇവിടെ വന്നു പോയാൽ നമുക്ക് തോന്നും. അതാണ് ഇവിടുത്തെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് പോകാൻ തോന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. തൊണ്ട നല്ല പിടുത്തമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതിന് കാരണം നമ്മളൊരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ പ്രധാന കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിഷയം തന്നെയാണ്, സോഷ്യൽ എപ്പിജനറ്റിക്സ് തന്നെയാണ്. നമ്മുടെ ആരാധ്യനായ നീലകണ്ഠൻ സാറിൻ്റെ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ്, അത് നേരത്തെ പറയുകയുണ്ടായി, ആ മനുഷ്യരോടുള്ള സമീപനം, നമ്മുടെ ജനങ്ങളോടുള്ള സമീപനം, കർത്തവ്യബോധം. സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ബ്രോഷർ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഭഗവത്ഗീതയുടെ ശ്ലോകം, അത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഹു മാ തേ സംഗോസ്ത കർമ്മണി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദ്യത്തെ പേജിൽ എഴുതിയിരിക്കുന്ന അത് തന്നെയാണ്. കർത്തവ്യം, ഡ്യൂട്ടി ബൗണ്ട്, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, അതിൻ്റെ ഫ്രൂട്ട് ഓഫ് ആക്ഷൻ, അതിൻ്റെ റിഫ്ലക്ഷൻ അത് നമുക്ക് കിട്ടും, ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പം മാഡം പറഞ്ഞ് നിർത്തിയ അവിടെ നിന്ന് തന്നെ മാഡം പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയരുടെ ഒരു മനസ്സിനകത്ത് വരുന്നത് താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിലുള്ള ആ ഒരു തത്വശാസ്ത്രമാണ് അവിടെ. ജനറ്റിക്കലി DNA നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷനാണ്. വാട്ട് വി സോ ദാറ്റ് വി റീപ്പ്. അത് തന്നെയാണ് സോഷ്യൽ ജനറ്റിക്സ് എന്ന ഒരു പുതിയ വാക്ക്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സോഷ്യൽ എപ്പിജനറ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ ഒരു കാരണം, ശരിക്കും സുനിൽ സാർ എന്നോട് വളരെ നേരത്തെ ചോദിച്ചു ഒരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനും ഒരുപാട് എപ്പിജനറ്റിക് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഡീൻ സ്റ്റുഡൻറ്റ് വെൽഫെയർ എന്ന ജോലി മാഡത്തിന് അറിയാം, കേന്ദ്ര സർവകലാശാലയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ പലതരത്തിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും കണ്ട് ചിലപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ വളരെയധികം ദുഃഖം തോന്നും, ചിലപ്പോൾ തോന്നും ഈ ജോലി ഉപേക്ഷിച്ച് പോയാലും തോന്നും. അത്രയ്ക്ക് വേരിയേഷനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയി. അപ്പോൾ അന്നേരമാണ് എപ്പിജനറ്റിക്സ് എന്ന വാക്ക് അതാണെന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും അന്നേരം എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത് മാഡത്തിനെയാണ്. മാഡമാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എപ്പിജനറ്റിക്സിൽ ഗവേഷണം ചെയ്യുന്നത്. അതിൻ്റെ തന്മാത്ര, അതായത് മോളിക്കുലാർ ലെവലിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ലാബിൽ റിസർച്ച് ചെയ്യുന്നതാണ് മാഡം. ഇപ്പോൾ മാഡത്തിൻ്റെ കൂടെ ഒരു 4-5 PhD സ്കോളർ ഈ വിഷയമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് പോയി ഉന്നത ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഡമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി സോഷ്യൽ എപ്പിജനറ്റിക്സ് ആണ് വളരെ നല്ല, ഇത് വളരെ കാലിക പ്രസക്തിയുള്ള, വളരെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു പുതിയൊരു ഡൊമൈനാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ചരിത്ര പശ്ചാത്തലം നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് ഗ്രിഗർ മെൻഡലിൻ്റെ ജനിതക, ഇത് വളരെ വിശദമായി മാഡം പറഞ്ഞത് കാരണം എനിക്ക് കുറച്ച് എളുപ്പമാണ് അത് സംഭവം. ഗ്രിഗർ മെൻഡലിൻ്റെ ആ ഗാർഡൻ പീ എക്സ്പെരിമെൻറ്റ് അതുമുതൽ നമ്മുടെ മനസ്സിനകത്ത് അതായത് ശാസ്ത്രമേഖലയിലായാലും വൈദ്യരംഗത്തായാലും എല്ലാവരും മനസ്സിനകത്ത് കണ്ടിരുന്നത് ഒരു ജീന് ഒരു രോഗം എന്നൊരു കോൺസെപ്റ്റാണ്. 1 ജീൻ 1 ഡിസീസ് എന്നൊരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പല അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്തു, പക്ഷേ ക്യൂർ ചെയ്യാൻ പറ്റില്ല. ചില അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാം, അത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പലതും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗത്തിൽ ഒറ്റ മ്യൂട്ടേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു, നമ്മുടെ ശാസ്ത്രലോകം വിചാരിച്ചു, ഈ ഒരു ജനിതകത്തിലുള്ള ഒരു മാറ്റം കൊണ്ട് അസുഖം വരുന്നു, അത് നമുക്ക് ഒന്നെങ്കിലോ ആ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കൽ മാനേജ്മെൻറ്റിൽ നമുക്ക് ശരിയാക്കാം എന്ന രീതിയിൽ പിന്നീട് ജീൻ തെറാപ്പി അതിനു വേണ്ടി പോയി. പക്ഷേ അതിനകത്തുള്ള വേറൊരു വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ 1950കളിൽ ജെയിംസ് വാട്സൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞന് നമ്മുടെ DNA അതിൻ്റെ ഘടന ലോകത്തിന് മുമ്പ് എക്സ്റേ ഡൈഫ്രാക്ഷൻ വെച്ച് കാണിച്ചു കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ
ഒരു മോളിക്കുലാർ ബയോളജി എന്നൊരു കാര്യം രൂപപ്പെടുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പകുതി 1950-കളിൽ. അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായ ഒരു സെൻറ്റൻസ് ഉണ്ട്, ലൈഫ് ഈസ് നത്തിങ് ബട്ട് കെമിസ്ട്രി ഓഫ് DNA എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പക്ഷെ അതാണ് ഇപ്പം മാഡം പറഞ്ഞ 1994 ടൈംസിൽ വന്ന കാര്യം, ബിയോണ്ട് ജെനറ്റിക്സ് എന്നായി. ഇപ്പം ബിയോണ്ട് ജെനറ്റിക്സ്. പക്ഷേ ജെനറ്റിക്സും എപ്പിജെനറ്റിക്സും കഴിഞ്ഞിട്ട് ഇപ്പം മനുഷ്യൻ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജേണലുണ്ട്, ഹെൽത്ത് ആൻഡ് സ്പേസ്. ആ ജേണലിൽ ഇത് വളരെ ചില എഡിറ്റോറിയലൊക്കെ വായിച്ചപ്പോൾ വളരെ നന്നായിട്ട് തോന്നും നമുക്ക്. അതായത് നമ്മൾ മറന്നു പോകുന്ന സമൂഹം, ശാസ്ത്രം ഒരു ഭാഗത്ത്, ഇപ്പം ഞാനടക്കം മാഡം അടക്കം ഞങ്ങൾ ചെയ്യുന്ന ശാസ്ത്ര ഗവേഷണം നമ്മുടെ ലാബുകളിലകത്താണ്. പക്ഷേ സമൂഹത്ത് നടക്കുന്നത് എന്താണെന്നോ അതിൻ്റെ കോറിലേഷൻ എന്താണെന്നോ പലപ്പോഴും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ഇന്ന് മാഡത്തിനോട് പറയുണ്ടായത് അവർ ഇന്നലെ ഡിസ്കസ് ചെയ്യുമ്പോഴേ, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എപ്പിജെനറ്റിക്സ് വന്നോ എന്നുള്ളത്. നമ്മൾ തിരിച്ച് 5000 BC 3000 BC ക്രിസ്തുവിന് മുമ്പ് 3000 BC തന്നെ നമ്മുടെ ഭാരതത്തിൽ ഒരു ആയുർവേദം എന്നൊരു സിദ്ധാന്തം, ആയുർവേദം എന്ന ജീവിതചര്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആയുർവേദം. ഈ ആയുർവേദത്തിലും ഈ എപ്പിജെനറ്റിക്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്തൊരു വാക്കുണ്ട്, ഞാൻ ആയുർവേദ എക്സ്പെർട്ട് അല്ല കേട്ടോ, ഞാൻ വായനയിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ജന്മപ്രകൃതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ജന്മപ്രകൃതി, ദേഹപ്രകൃതി, ഈ രണ്ട് കാര്യമാണ്. ഈ ജന്മപ്രകൃതിയാണ് യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ കണ്ടിരുന്നത് DNA, അത് ജന്മം കൊണ്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരപ്രകൃതി, നമ്മുടെ ജന്മം കൊണ്ട് കിട്ടുന്നത്. ദേഹപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ആർജിച്ചെടുക്കുകയാണ്, നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അത്. അപ്പോൾ ഈ ദേഹപ്രകൃതിയുടെ വ്യതിയാനങ്ങളാണ് പിന്നെ വികൃതികളായിട്ട് വരുന്നത്. അതാണ് അസുഖം എന്നാണ് ആയുർവേദത്തിൽ പറയുക. അപ്പോൾ ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പം ഡോക്ടർ ജാസ്മിൻ ഷാ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മാതൃകയിൽ പറയുന്നുണ്ട്. വാത എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻസാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്ന mRNA, ന്യൂറൽ ട്രാൻസ്മിഷൻ, എല്ലാ രീതിയിലുള്ള നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വസ്തു ഇവിടെ എടുക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടന്ന വാത. പിത്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെറ്റബോളിസാണ്, നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം മെറ്റബോളിക് പ്രോസസ്സാണ്. കഫ എന്ന് പറയുന്നത് ഈ പ്രോട്ടീനാണ് അവസാനത്തെ. അപ്പോൾ ഈ കഫ അതിൻ്റെ ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടാണ്. അതാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതശൈലി. വാദപ്രകൃതിയും പിത്തപ്രകൃതിയും കഫപ്രകൃതിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിതശൈലി കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് പഥ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, നമുക്ക് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ കണ്ടപ്പോൾ നമ്മൾ ഭയന്നു പോയോ? ആ ഭയം ഇന്നും നമ്മുടെ മനസ്സിലുണ്ടോ? അതൊരു സോഷ്യൽ എപ്പിജെനറ്റിക്സ് ആണോ? മാഡം പറഞ്ഞ പോലെ ഹോളോകാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ പറയാം, പെട്ടെന്നൊരു കൊക്കേഷ്യൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഈ ഹാളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഒരു പക്ഷേ ആദരവോടെ ആൾക്കാർ നോക്കും. അതിലെനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാർ നോക്കും. അത് സത്യമാണത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലും ഒരു ട്രോമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു തലത്തിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. ഈ സോഷ്യൽ എപ്പിജെനറ്റിക്സ് തന്നെയാണത്. ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതും ഞാൻ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ എപ്പിജെനറ്റിക്സിൻ്റെ ട്രാൻസ്മിഷൻ തന്നെയാണ്. നീലകണ്ഠൻ സാറിൻ്റെ ആ മഹത്തായ വിഷനാണ്. അതാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പുതിയ 2 വാക്കുകളുണ്ട്. അതായത് അതിലൊന്ന് ഇപ്പം എല്ലാം ഓമിക്സ് ആണ് നമ്മൾ പറയുന്നത്. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ് എന്നൊക്കെ പറഞ്ഞ് ഓമിക്സ് എന്ന് വെച്ചാൽ ടോട്ടൽ സമ്മ്. അങ്ങനെ ഒരു പുതിയ വാക്ക് സോഷ്യൽ എപ്പിജെനറ്റിക്സിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതാണ് എക്സ്പോസോം. ഞാൻ വായിക്കുമ്പോൾ എക്സ്പോസോം ഈ ആകെത്തുകയാണ്. നമ്മൾ ഈ എക്സ്പോസോം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള മൊത്തം ആകെത്തുകയാണത്. എന്തൊക്കെ തരത്തിലുള്ള ട്രോമയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എന്നും ക്ലാസ്സിൽ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വൈഫൈ സിഗ്നൽ ഇല്ലാത്തതായിരുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യസുരക്ഷയായിരുന്നു, ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ കർഷകരായിരുന്നു നമ്മുടെ ദൈവം അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ബംഗാൾ ഫെമിൻ, അങ്ങനെ ഈ പോവർട്ടി അത് യഥാർത്ഥത്തിലൊരു ട്രോമയാണ്. അപ്പം ഞാൻ ഇതേ സോഷ്യൽ എപ്പിജെനറ്റിക്സ് ഏരിയയിൽ ഞാൻ അത് വായിച്ചു നോക്കുമ്പം ഞാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ പോവർട്ടിയിലൂടെ കടന്നു വരുന്ന ആൾക്കാർ അവർ അവസാനം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എനർജി ആൻഡ് ന്യൂട്രീഷൻ എന്ന രീതിയിൽ
ലാമാർക്കിൻ്റെ ആ പ്രിൻസിപ്പിൾ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന പോലെ നമ്മളൊരു സെലക്ഷൻ വരും നമ്മളിൽ. നമുക്ക് ന്യൂട്രീഷൻ ശരിക്കും കിട്ടുന്നില്ല, ആഹാരങ്ങൾ കിട്ടുന്നില്ല. നേച്ചർ ആൻഡ് നർച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. നേച്ചർ ആൻഡ് നർച്ചർ, അതായത് പ്രകൃതിയും പോഷണവും, ഇത് രണ്ടും ചേർന്നാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ആഹാരം കിട്ടും, നമ്മൾ അതിനൂടെ അഡാപ്റ്റ് ചെയ്ത് പോകും. ഈ അഡാപ്റ്റ് ചെയ്ത ഒരു സമൂഹത്തിൻ്റെ അടുത്ത തലമുറ, ആ അടുത്ത തലമുറക്ക് ചിലപ്പോൾ അവർ പെട്ടെന്ന് നല്ല പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കിട്ടുവാണെങ്കിൽ ദേ ആർ പ്രോൺ ടു ഒബീസിറ്റി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രയും താങ്ങാനുള്ള ശരീരത്തിൽ ശേഷിയില്ലാത്ത രീതിയിൽ ചേഞ്ചസ്, എപ്പിജനറ്റിക് ചേഞ്ചസ് വന്നു. ആ എപ്പിജനറ്റിക് ചേഞ്ചസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അടുത്ത തലമുറയിലേക്ക്. അവിടെയാണ് വിശദീകരിക്കുന്നത്. അതിനെ ഒരിടത്ത് ഞാൻ വായിക്കേണ്ടായി, ഗോസ്റ്റ് ഇൻ ദ ജീൻ. ഇറ്റ് ഈസ് ആക്ച്വലി ദ മെഥിലേഷൻ. മാഡം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെഥിലേഷൻ, ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ്, അത് യഥാർത്ഥത്തിൽ ഗോസ്റ്റ് ഇൻ ദ ജീൻ. അതായത് നമ്മുടെ മുത്തശ്ശനോ മുതുമുത്തശ്ശനോ പിൻ തലമുറയിലുള്ള ആൾക്കാർ, അവർ ശ്വസിച്ച വായു, അവർ കഴിച്ച ആഹാരം, അവർ കണ്ട കാഴ്ചകൾ, അതൊക്കെ എവിടെയൊക്കെയോ നമ്മൾക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും നമ്മൾ പറയാറില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചില പല രീതിയിലുള്ള സ്ട്രെസ്, വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നാറില്ല. ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന നേർരേഖയിലൂടെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേർരേഖ ഒരു ലീനിയർ ഇൻട്രാക്ഷനാണ്. ഇപ്പോൾ ഞാനും സാറുമായിട്ട് സംസാരിക്കാൻ നമ്മളെ രണ്ടുപേരെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ന്യൂറോണൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഒരുപാട് വേരിയബിൾസ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. നേർരേഖയിലല്ല യഥാർത്ഥത്തിൽ സോഷ്യൽ എപ്പിജനറ്റിക്സ് പഠിക്കാൻ പറ്റുക അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഭാവിയിൽ എൻ്റെ ഒരു ആശയം, എനിക്കൊരു തോന്നുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ടെക്നോളജിക്കലി സാങ്കേതിക വിദ്യയിൽ ഒരുപാട് ഉയർന്നിരിക്കുകയാണ്. IT, ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി, IoT, അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡാറ്റ അനാലിറ്റിക്സിലൂടെയാണ് പോകുന്നത്. മൾട്ടി ഡാറ്റ അനാലിറ്റിക്സ്, മൾട്ടിയോമിക്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേർരേഖയിലൂടെ 1-2 കാര്യങ്ങളല്ല ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന, ബിഗ് ഡാറ്റ അനാലിസിസ്. അതിന് കോഴ്സ് തന്നെ കുറേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പോവാണ്. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഈ വേരിയബിൾസ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ എപ്പിജനറ്റിക്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ കൺസിഡർ ചെയ്യേണ്ടത് ക്രോണിക് ഡിസീസസിനെയാണ്. ഒരു അക്യൂട്ട് ഇൻഫെക്ഷന് അതിന് വലിയൊരു പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവാമായിരിക്കും, എന്നാലും അത്ര കണ്ടില്ല. ക്രോണിക് പറയുന്നത് നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസ് ആയാലും, അതുപോലെ തന്നെ ക്യാൻസർ ആയാലും, ഡയബറ്റീസ് ആയാലും, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പം ആ അസുഖങ്ങൾക്ക് ഒരു സോഷ്യൽ എപ്പിജനറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലേ, അത് നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഇതാണ് എനിക്ക് തോന്നുന്നത്, സാറിന് നന്നായിട്ട് അറിയാം, ഫാമിലി മെഡിസിൻ്റെ ഒരു അടിസ്ഥാനം എനിക്ക് തോന്നുന്നത് അതാണ്. ഫാമിലി മെഡിസിൻ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി മെഡിസിൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഓർഗൻ സ്പെഷ്യലൈസേഷൻ ആവുന്നതോടുകൂടി ആ ഒരു ഫാമിലി മെഡിസിൻ കോൺസെപ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ അർബൻ ഏരിയയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം ഒരു ഫാമിലി മെഡിസിൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇവരെ മുത്തശ്ശൻ എങ്ങനെയായിരുന്നു, ഇവരുടെ ചുറ്റുപാട് എങ്ങനെയായിരുന്നു, അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ആ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒന്നുകൂടി തിരികെ വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ സോഷ്യൽ എപ്പിജനറ്റിക്സിൻ്റെ പ്രസക്തി അതാണ്, ആ മോഡിഫിക്കേഷനും അതിൻ്റെ സ്റ്റഡിയൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ല എത്ര സമയമുണ്ട്, കൂടുതൽ സംസാരിച്ച ഉടനെ ചുമ തുടങ്ങും, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ആൻസർ വല്ല നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു കാര്യം ഞാനൊരു മെഡിസിനുണ്ട്. നമ്മൾ ഈ പണ്ട് എനിക്ക് തോന്നുന്നു 1970 നിർത്തലാക്കിയ ഒരു മെഡിസിനാണത്, ഡൈഇഥൈൽ സ്റ്റിൽബോസ്റ്റിറോൾ, DS. അത് മിസ്കാരേജിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരുന്നായിരുന്നു. അത് പിന്നീട് നിർത്തലാക്കി. ഇപ്പം എനിക്കറിയില്ല ബാക്കി ഏതെങ്കിലും ഏരിയയിൽ, പക്ഷേ യഥാർത്ഥത്തിൽ അത് നിർത്തലാക്കാൻ കാരണം ജനിക്കുന്ന കുട്ടികളിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നു. എപ്പിജനറ്റിക് മോഡിഫിക്കേഷനാണ് അത് യഥാർത്ഥത്തിൽ. അത് മ്യൂട്ടേഷണൽ ചേഞ്ചസ് അല്ല ഉണ്ടായിരുന്നത്, നമുക്കറിയാം. പിന്നെ അതുപോലെ ഈ ആ മരുന്നിപ്പം എനിക്ക് തോന്നുന്നു അത് ഉപയോഗിക്കുന്നില്ല, മിസ്കാരേജിന് ഇതിന് ഉപയോഗിക്കുന്നില്ല, ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല, DS. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ കുട്ടികളിലുണ്ടാവുന്ന ട്രോമ, ഞാൻ വായിച്ച കാര്യങ്ങളാണ് ചിലത് ഷെയർ ചെയ്യുന്നത്. കുട്ടികളിലുണ്ടാവുന്ന ചില ട്രോമകൾ, ചൈൽഡ്ഹുഡ് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ട്രോമ,
യഥാർത്ഥത്തിൽ സൂയിസൈഡ് ടെൻഡൻസിക്ക് പോകുന്ന സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കുട്ടികളിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന് ഒരു റിസപ്റ്ററും ജീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹോർമോൺസിന് സ്ട്രെസ് ഹോർമോൺ ആയാലും. അപ്പോൾ ഈ റിസപ്റ്ററിൽ ഹൈപ്പർ മെത്തിലേഷൻ ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് അതിൽ. അവിടെ ഒരു മെത്തിലേഷൻ നടക്കുന്ന ഒരു പാറ്റേൺ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിക്കുന്ന ഇത് അവിടെ ഇവിടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സോഷ്യൽ എപ്പിജെനറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ഭാവിയിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൾട്ടി ഡാറ്റ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യണം, നോട്ട് വിത്ത് വൺ വേരിയബിൾസ്. ഇപ്പം നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന പോലെ അല്ല, ഒരുപാട് വേരിയബിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്കം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് അങ്ങനെ വരുമ്പം ശരിക്കും യഥാർത്ഥത്തിൽ ഭാവിയിൽ സോഷ്യൽ എപ്പിജെനറ്റിക്സ് ഒരു പ്ലാറ്റ്ഫോം ആവും. അന്നേരം അതായിരിക്കും കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആവുക എന്നുള്ള. പേഴ്സണലൈസ്ഡ് ആരോഗ്യരംഗത്ത് ശരിക്കും അത് വലിയൊരു നേട്ടമായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുവാണ് നമുക്ക് പ്രൊഡിക്ഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അത് ചില ഏരിയയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം ഏകാരോഗ്യം, വൺ ഹെൽത്ത്, സൊസൈറ്റി ആയിട്ടുള്ള ബന്ധം, ഏകാരോഗ്യം. അത് വളരെ ഇതായി പറയട്ടെ, ഈ ഏകാരോഗ്യം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഭാരതം തന്നെയാണ്, ഒരു സംശയമില്ല അതിന്. നമ്മളാണ് പറഞ്ഞ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നും പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിച്ചത് മൃഗങ്ങളെ സ്നേഹിക്കൂ, ചന്ദ്രനെ സ്നേഹിക്കൂ, സൂര്യനെ സ്നേഹിക്കൂ, പ്രകൃതിയെ സ്നേഹിക്കൂ, പ്രകൃതിയെ പൂജിക്കൂ എന്നൊക്കെ പറഞ്ഞ നമ്മളാണ്. അതാണ് ഇന്ന് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ വെബ്സൈറ്റിൽ നോക്കി അറിയാം, പശുവുണ്ട്, പിന്നെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നടുക്ക് മനുഷ്യനുണ്ട്, എന്നിട്ട് ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു എംബ്ലം വെച്ചിരിക്കുകയാണ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ അമേരിക്കയിൽ. അപ്പോൾ ഏകാരോഗ്യത്തിൻ്റെ പ്രാധാന്യം വരുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ സോഷ്യൽ എപ്പിജെനറ്റിക്സ് ഉണ്ട് യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളറിയാതെ തന്നെ സോഷ്യൽ എപ്പിജെനറ്റിക്സ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളത് അന്തർലീനമാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ മനസ്സിൽ തന്നെ അത്. അപ്പോൾ എനിക്കതൊന്നും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, തൊണ്ട വളരെ ഇതായത് കാരണം നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. മാഡം ഉണ്ട്, ഇരിക്കും സാറേ, സാറ് ഇരുന്ന് സംസാരിച്ചു. അല്ലല്ല, ഇരുന്നോളൂ, കുഴപ്പമില്ല സാറ് ഇരുന്ന് സംസാരിച്ചാൽ കുഴപ്പമില്ല. മാഡം അതിൽ ഒരു ചോദ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. മാഡം അയച്ചു തന്ന ചോദ്യത്തിൽ ഒരെണ്ണം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ എപ്പിജെനറ്റിക്സ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ജഡ്ജ്മെൻറ്റ് മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ എപ്പിജെനറ്റിക്സ് സയൻസ് ഓഫ് സോഷ്യൽ എപ്പിജെനറ്റിക്സ്, സയൻസ് ഓഫ് സോഷ്യൽ സയൻസ് ആണ് അത് വരിക, സയൻസ് ഓഫ് സോഷ്യൽ സയൻസ്. ഇതിൻ്റെ ശരിക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ സ്വാമി വിവേകാനന്ദരിൽ ചിലപ്പോൾ ചെന്നെത്തും നമ്മൾ. സ്വാമി വിവേകാനന്ദർ പറഞ്ഞിരുന്നു, ശാസ്ത്രവും മതവും തത്വശാസ്ത്രത്തിൻ്റെ മക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം പോകുന്ന അവസാനം ഒരു തത്വശാസ്ത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശാസ്ത്രം എപ്പോഴും റിഡക്ഷനിസാണ്. നമ്മളിപ്പോൾ മെഥിലേഷനിലോട്ട് എത്തിച്ചേർന്നു, എന്നിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് സൊസൈറ്റിയിലേക്ക്, ഒരു മാക്രോസ്കോപ്പിക്കിലേക്ക്. ഇതിങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത് അതിനകത്ത്. അപ്പോൾ അതിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ 2019 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. ആ ഓർഡർ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ ആകുമ്പോൾ ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും, നമ്മുടെ ബയോകെമിസ്ട്രിക്ക് അപ്പുറം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൽ കുട്ടിയുടെ ജാതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ജാതിയാണ്. വില്ലേജ് ഓഫീസിൽ പോയാൽ മകന് സ്കൂളിൽ ചേർക്കുമ്പോഴും ജാതി ഏതാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ജാതിയെ കൊടുക്കുള്ളൂ. അതാണ് അതിൻ്റെ രീതി. ഇതൊരു കോൺഫ്ലിക്റ്റാണ് ശരിക്കും. അവിടെ ഈ സോഷ്യൽ ജെനറ്റിക്സിന് ഒരു റോളുണ്ട്. അവിടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൽ ഒരു അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഉണ്ട്. ആ കുട്ടിയെ നമ്മൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ജാതി മാത്രമേ പറയാവൂന്ന് പറയുമ്പോൾ ശരിക്കും അത് തെറ്റല്ലേ? യഥാർത്ഥത്തിൽ തെറ്റാണത്. ആ കുട്ടിക്ക് അതിന് റൈറ്റ് ഉണ്ട്. എനിക്ക് വന്ന് 18 വയസ്സിന് ശേഷം പക്ഷേ ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അവർ പറഞ്ഞിട്ടുണ്ട്, ദ അറ്റൻഡിങ് സിറ്റുവേഷൻ ഓഫ് ദ ബേബി ആൾസോ നീഡ് ടു ബി കൺസിഡേർഡ്. അതിനകത്തുണ്ട്, ഞാനത് ഷെയർ ചെയ്യാം ആ ഡോക്യുമെൻ്റ്. അതിലൊരു ചോദ്യത്തിൽ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫൈ അറ്റൻഡിങ് സിറ്റുവേഷൻ ഓഫ് ദ ബേബി നീഡ് ടു ബി കൺസിഡേർഡ്. ഏത് സാഹചര്യത്തിലാണ് ആ കുട്ടി വളരുന്നത് അതും കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അവിടെയും നമ്മളറിയാതെ സോഷ്യൽ എപ്പിജെനറ്റിക്സിൻ്റെ ഒരു ഫാക്ടറുണ്ട്. നമ്മളെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. സാറ് പറഞ്ഞു ചോദ്യം. സാറിപ്പോൾ എപ്പിജെനറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചു. ഇതിൽ അതിൻ്റെ മോളിക്കുലർ ലെവലിലുള്ള ചേഞ്ചസ്, അത് പിന്നെ ഫോസ്ഫോറിലേഷനും
മെത്തിലേഷനും മെത്തിലേഷനാണ്. മെത്തിലേഷനും ഹിസ്റ്റോൻ മോഡിഫിക്കേഷൻ ഉണ്ട് അല്ലേ? ഹിസ്റ്റോനും മെത്തിലേഷനും. ഹിസ്റ്റോനുണ്ട്, പോകുന്നത് മെത്തിലേഷൻ. അപ്പോൾ ഈ ഒരു മെത്തിലേഷൻ ചേഞ്ചസ് നമ്മളത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞു നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡീസ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈസ് ദർ എനി കെമിക്കൽ മെത്തേഡ് ടു റിവേഴ്സ് ഇറ്റ്? അത് ഒരു 5-അസൈറ്റിഡിൻ എന്ന് പറയുന്ന ഏതൊരു മെഡിസിൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒരു മെഡിസിൻ FDA അപ്രൂവ്ഡ് ഏക മെഡിസിൻ ആയിരിക്കണം അതെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ കൂടുതലൊന്നുമില്ല. FDA അപ്രൂവ്ഡ് ഒരു മെഡിസിൻ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്നിരിക്കുന്ന ഈ അടുത്ത കാലത്ത് എപ്പിജീനോമിക്സിൽ. ഇപ്പോൾ എപ്പിജീനോമിക്സ് പറയുന്ന തന്നെ ഒരു ശാസ്ത്രശാഖ വന്നു കഴിഞ്ഞു, എപ്പിജീനോമിക്സ്. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞ എക്സ്പോസോമിക്സ് ആൻഡ് എപ്പിജീനോമിക്സ്, ഇത് രണ്ടും ചേർത്ത്. അപ്പം ഞാൻ ഈ വിഷയത്തിൽ വരുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്നത് ക്യാൻസറിലാണ്. അപ്പോൾ ക്യാൻസറിൽ ഈ ചില ട്യൂമറിൽ അവർ ഹൈപ്പർ മെത്തിലേഷൻ കണ്ടിട്ടുണ്ട് പല ജീനിലും. മെത്തിലേഷൻ കൂടുമ്പോൾ അവിടെ ആ പെർട്ടിക്കുലർ ജീന് സപ്രസ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ എക്സ്പ്രഷൻ സപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ട്യൂമർ സപ്രസർ ആയിട്ടുള്ള ജീനിനെയാണ് കൂടുതൽ മെത്തിലേറ്റ് ചെയ്യുക. അപ്പോൾ ട്യൂമർ സപ്രസർ പറയുന്നൊരു P53 പറയുന്നൊരു ജീനുണ്ടല്ലോ, നമുക്ക് P53 ട്യൂമർ സപ്രസറാണ്. PRB ഉണ്ട്, റെറ്റിനോബ്ലാസ്റ്റോമ ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്യൂമർ സപ്രസർ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ ട്യൂമറിനെ സപ്രസ് ചെയ്യേണ്ട ജീനുണ്ട്. അവനെ സപ്രസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എപ്പിജനറ്റിക്കലി നടക്കുന്നുണ്ട്. സപ്രസറിനെ സപ്രസ് ചെയ്യുന്നു. അപ്പോൾ സപ്രസറിന് സപ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ നടക്കുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാൻസർ മേഖലയിൽ ഈ ഞാൻ പറഞ്ഞ 5-അസൈറ്റിഡിൻ എന്ന് പറയുന്ന ഡ്രഗ് എനിക്ക് തോന്നുന്നു ഏതൊരു ലുക്കീമിയ ഏതൊരു കേസിനാണ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടുതലൊന്നുമില്ല. ആ ഏരിയയിൽ ഒരുപാട് ഗവേഷണം നടക്കുന്നുമുണ്ട്. ഏതാണ്, പക്ഷേ ഇത് സൈറ്റ് സ്പെസിഫിക് ആവേണ്ട, വേറെ ഏതിനെങ്കിലും ഹൈപ്പോമെത്തിലേറ്റ് ചെയ്ത പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ ഡോക്ടർ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ ഇതിങ്ങനെ കിടക്കുകയല്ലേ, നമുക്കറിയാം. ആയിരിക്കാം, തീർച്ചയായിട്ടും ഉണ്ട്. അതെ ഈ ചേഞ്ചസ് വരുന്ന അങ്ങനെയുള്ള ഗവേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മുടെ ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യാനുള്ള അവസരം. നമുക്ക് സെലക്ട് ദ ബെസ്റ്റ് എന്ന പ്രിൻസിപ്പളാണ് നമ്മളെപ്പോഴും. ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക്. ആയുർവേദിക്കും പിന്നെ ഹോമിയോപ്പതിയും അലോപ്പതി ഡോക്ടേഴ്സും കൂടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡ്, അങ്ങനെയുള്ളൊരു ബോർഡിന് കുറച്ചുകൂടി എനിക്കൊന്ന് പ്രിസിഷൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ തന്നെ എനിക്കൊന്ന് ചില അലോപ്പതി മെഡിസിൻ വാദപ്രകൃതി പിത്തപ്രകൃതി വെച്ച് ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാതിരിക്കാം, നമുക്കറിയില്ല. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നെ, ഒരേ ആൻറ്റിബയോട്ടിക് 2 പേര് കഴിച്ചാൽ ഒരാൾക്ക് കൂടുതൽ ഗ്യാസ്ട്രിക് പ്രോബ്ലവും മറ്റേയാൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ലാതെ ഇരിക്കുമല്ലോ. അപ്പോൾ അവിടെയും വരുന്ന ചേഞ്ചസ് ഇത് തന്നെ ആയിരിക്കും ചിലപ്പം, ഈ എപ്പിജനറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു വൈഡ് സ്കോപ്പുണ്ട് ഭാവിയിൽ, ഉറപ്പാണ്. കാരണം അതെ അത് പറയുമ്പോഴാലോചിച്ചാൽ ഞാൻ വായിച്ച ഒരു കാര്യമാണ് ഈ മാക്യുലർ ഡ്രൈനെസ് ഓഫ് ദ ഐ. അത് ശരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒരു മെയിൻ കാരണമാണ്, ഡ്രൈനെസ് ഓഫ് ഐ. അതുപോലെ കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ആ മാറ്റർ. ഒരു പരിധിവരെ ആ ഒരു വർക്ക് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ കുറച്ച് ലാഗ് വന്ന് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഡ്രൈനെസ് ഓഫ് ഐസ് അതുവഴി ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, പിന്നീട് വരുന്ന ഇൻഫ്ലമേഷനും ഇതൊക്കെ എപ്പിജനറ്റിക്സുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഭാവിയിൽ അത് ഈ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കി അഡാപ്റ്റ് ചെയ്തേ പറ്റൂ, മനുഷ്യന് എന്ത് സാഹചര്യം വന്നാലും അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഡാർവിൻ്റെയും ലമാർക്കിൻ്റെയൊക്കെ പറയുമ്പോൾ തന്നെ ഈ അടുത്തിടെ CBSE സിലബസിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. നമ്മൾ ഡാർവീനിയനെ എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അത് ഡാർവീനിയൻ ശരിയാണോ തെറ്റാണോ എന്ന് അതല്ല, വേറെ കാര്യം ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്
സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് പറയുന്ന വാക്കുണ്ടല്ലോ രണ്ടാമത്തെ, അത് അത്ര ഒരു ശരിയായിട്ട് തോന്നില്ല. അത് അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് പറയുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് വരുന്ന എപ്പോഴും. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്ട്രഗിൾ ഫോർ കോ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്ട്രഗിൾ ഫോർ കോ എക്സിസ്റ്റൻസിന് വരുമ്പോൾ ആണ് ബെസ്റ്റ് അഡാപ്റ്റേഷൻ വരിക. അപ്പോൾ ഈ പരസ്പര സ്നേഹമില്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആവാം, പക്ഷേ സ്നേഹപൂർവ്വം ജീവിക്കണമെങ്കിൽ സ്ട്രഗിൾ ഫോർ കോ എക്സിസ്റ്റൻസേ പറ്റുള്ളൂ. അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കോൺസെപ്റ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിലും ഇപ്പോൾ ഈ പറഞ്ഞ ഐ ഡ്രോപ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനത് വായിച്ചിരുന്നു. എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ മേ ഹാപ്പൻ ഗ്രാജ്വലി ബിക്കോസ് ഓഫ് ദ എക്സസീവ് യൂസേജ് ഓഫ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയും ലാപ്ടോപ്പും ഇതൊക്കെ. കുട്ടികളും വളരെ ഫാസ്റ്റാണല്ലോ ഇപ്പം, അതും ഒരു എപ്പിജനറ്റിക് മോഡിഫിക്കേഷനാണ്. വളരെ ഫാസ്റ്റാണ് അവർ, വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ സാറ് രത്നാകര സാർ ചോദിച്ചു എന്നോട് ഒരു കാര്യം, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ മാഡം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കായിരുന്നു. അതായത് ഭാവിയിൽ ഈ കുട്ടികൾക്ക് എഴുതാൻ വയ്യാത്തൊരവസ്ഥ വരുമെന്ന്. സത്യമാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എഴുത്തെന്നുള്ളത്. എഴുത്ത് പോയിട്ട് സാറേ ടൈപ്പ് ചെയ്യുന്നത് അവർ വിട്ടുപോയി. സെൽഫോണിലൊന്നും ടൈപ്പ് പോലും ചെയ്യും. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് അങ്ങനെ പരിപാടി ഉണ്ടല്ലോ. അതുകൊണ്ട് സ്പെല്ലിങ്ങും അറിയില്ല. അപ്പം നമ്മുടെ ആക്സെൻറ്റ് ബെറ്റർ ആവും. പക്ഷേ ഈ ആക്സെൻറ്റിൽ എന്താണ് പറയുന്നത്? പക്ഷേ ഈ ഇംഗ്ലീഷിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കുറേ ലെറ്റേഴ്സ് സൈലൻ്റാണ്. അപ്പോൾ ഈ സൈലൻ്റ് ആക്കി പറഞ്ഞാലേ ഇതിന് ഗൂഗിൾ അസിസ്റ്റൻറ്റ് മനസ്സിലാവുള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സ്പെല്ലിങ് വേറെയാണ്. ചിലപ്പോൾ ഭാവിയിൽ ഈ ഇംഗ്ലീഷിനൊക്കെ മാറ്റി മറിക്കുമായിരിക്കും, നമുക്കറിയില്ല. എന്നാൽ പിന്നെ ഇംഗ്ലീഷിനെ തന്നെ മാറ്റിക്കളയാ അറിഞ്ഞിട്ട് അതായിരിക്കാം. ഇപ്പം തന്നെ കളറ് നമുക്കൊക്കെ അടി കിട്ടിയ കാര്യമാണ്. COLOUR തന്നെ എഴുതണമായിരുന്നു പഠിക്കുമ്പോൾ. ഇപ്പോൾ COLOR അമേരിക്കൻ ഇംഗ്ലീഷാണ് വൈഡ്ലി ആക്സെപ്റ്റഡ് അല്ലേ? നമ്മളൊക്കെ അടി വാങ്ങിച്ചു. COLOUR ആവാം. സെൻറ്റർ CNTER എന്നും എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള അത് നമ്മൾ ചേഞ്ചസ് ആണ്. പക്ഷേ ഇതൊക്കെ ഭാവിയിൽ എനിക്ക് തോന്നുന്നു ആരോഗ്യ മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ എപ്പിജനറ്റിക്സ് തീർച്ചയായിട്ടും പേഴ്സണലൈസ്ഡ് മെഡിസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹകരിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാതെ വളരെ നന്നായിട്ട്. അത് പക്ഷേ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യൽ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഗവേഷണം. അതായത് ഗവേഷണം നടക്കുമ്പോൾ നമ്മൾ ശരിക്കും സോഷ്യൽ സയൻസും ശാസ്ത്രവും സമൂഹവും രണ്ടും ചേർന്നിട്ടുള്ള രീതിയിലുള്ള വർക്കാവണം. അല്ലാതെ നേർരേഖയിലുള്ള ഗവേഷണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഞാൻ അത് മോശമായിട്ടല്ല പറയുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യത്തിലായാലും നമുക്കറിയാം ഇൻസുലിൻ ആണ് ഇതിൻ്റെ മെയിൻ കാരണം. നമ്മൾ ഇൻസുലിൻ ഒറ്റ ട്രീറ്റ്മെൻറ്റാണ് ഇൻസുലിൻ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്നത് വെറും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന മാത്രമല്ല, അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ബയോകെമിസ്ട്രി ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട് ഇൻസുലിൻ്റെ ഫങ്ഷൻസ്. അത്രക്ക് പവർഫുള്ളാണ് ഇൻസുലിൻ. അത് ലിപ്പിഡിലും പിന്നെ അതുപോലെ പ്രോട്ടീനിലും എല്ലാറ്റിലും അതിന് ഇതുണ്ട്, കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ളതാണ് ഇൻസുലിൻ. അപ്പോൾ കഴിഞ്ഞ 70കളിൽ നമ്മൾ ഇൻസുലിനെ റീകോമിനൻ്റ് ഇൻസുലിൻ എലിലില്ലി റിലീസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു 1 ജീൻ 1 ഡിസീസ് എന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. അതിനപ്പുറം നമ്മൾ വ്യതിചലിച്ചിട്ടില്ല. 2000 ഹ്യൂമൻ ജീനോം ഡ്രാഫ്റ്റ് വന്നപ്പോഴത്തേക്ക് അന്ന് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു പ്രസിഡൻറ്റ്, അമേരിക്കയിലെ പ്രസിഡൻറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ PhD സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം 2001. അപ്പോൾ ആ ഡ്രാഫ്റ്റ് സീക്വൻസ്, ഹ്യൂമൻ ജീനോം ഡ്രാഫ്റ്റ് സീക്വൻസ് പ്രസിദ്ധീകരിക്കുന്നത് ഇദ്ദേഹം നമ്മുടെ ജെയിംസ് വാട്സനും കൂടി ചെയറായിട്ടുള്ള വലിയൊരു ഇതിലാണ്, അമേരിക്കയിലെ പ്രസ് മീറ്റിലാണ് ലോകത്തുള്ള പല ശാസ്ത്രജ്ഞരും. എന്നിട്ട് അന്ന് പറഞ്ഞത് ജീനിൻ്റെ കംപ്ലീറ്റ്, ഇപ്പോൾ ഡോക്ടർ ജാസ്മിൻ കാണിച്ചിരിക്കുന്ന 23 പേർ ജീൻസിൻ്റെയും കംപ്ലീറ്റ് ചരിത്രം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സീക്വൻസ് ഹൊറോസ്കോപ്പ് നമ്മുടെ കയ്യിലാണ്. ഇനി നമുക്ക് പേടിക്കാനില്ല. ഏത് അസുഖം വന്നാലും നമുക്ക് മരുന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് മാധ്യമങ്ങളിൽ വന്നത്. പക്ഷേ അതൊന്നും എന്നിട്ടും നമുക്ക് ഇനിയും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കാരണവും ചിലപ്പോൾ എനിക്കൊന്ന് സോഷ്യൽ എപ്പിജനറ്റിക്സിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ SIRNA അറിയുന്ന ഒരു സാങ്കേതിക വിദ്യ വന്നു. ഇപ്പോൾ CRISPR വന്നിരിക്കുന്നുണ്ട്. നമ്മൾ പോയി കട്ട് ചെയ്ത് മാറ്റി നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു മേഖലയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാറ് ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. അതിൽ FDA ഒരെണ്ണം ഉണ്ട് ഞാൻ അറിഞ്ഞതിൽ. എനിക്കൊന്ന് വേറെയും കാണുമായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിനിക്കൽ ട്രയലിലൊക്കെ ഒത്തിരി കാണുമായിരിക്കും. അത് ഈ മെത്തേഡ് എസ്പെഷ്യലി ക്യാൻസർ എപ്പിജീനോമിക്സ് എന്ന് പറയുന്ന തന്നെ ഒരു മേഖല തന്നെയുണ്ട്. വേറെ എവിടെയും പോണ്ട. നമ്മുടെ ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിൽ
അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ തന്നെ പാനൽ ടെസ്റ്റിലാണ് ചെയ്യുന്നത്. ഓങ്കോ പാനലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിന്. അതും പേഴ്സണലൈസ്ഡ് ആയി. കാരണം ഒരു പേഷ്യൻ്റ് ഒരു പർട്ടിക്കുലർ ട്യൂമർ ഒരാളിൽ ഒരു ലൊക്കേഷനിൽ തന്നെ നമ്മൾ കണ്ടാലും അതിൻ്റെ മോർഫോളജിക്കലി എല്ലാം ക്യാരക്ടറൈസ് ചെയ്തായാലും ഓങ്കോ പാനൽ വെച്ചിട്ടാണ് ഏത് മെഡിസിനാണ് അത് ഇഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നു 18-20 ജീനിനെ ഇത് മാർക്കറായി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അത് അവിടെ MCCയിൽ ഞാൻ കണ്ടത്. ഞാൻ പോകാറുണ്ട്. ഡോക്ടർ സതീഷ് ബാലസുബ്രഹ്മണ്യം സാറിനെ അറിയാം, വളരെ അടുത്തറിയാം. അപ്പോൾ അവിടെ പോയി 1-2 മീറ്റിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അന്നേരം മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു വേറെ അതെ സാറ് പറഞ്ഞ എപ്പിജനറ്റിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനറ്റിക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ എൻവയൺമെൻറ്റ് അതിന് എഫക്റ്റ് ഉണ്ട് അതല്ലേ. അപ്പോൾ എൻവയൺമെൻറ്റൽ എക്സ്പോഷർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വി ഷുഡ് കൺസിഡർ ഇന്നർ എൻവയൺമെൻറ്റ് ഓൾസോ എന്നാണ്. വി ആർ കൺസിഡറിങ് ഓൺലി ഔട്ടർ എൻവയൺമെൻറ്റ്. ഓൾ ആനിമൽസ് പ്ലാന്റ്സ് അതുവരെ അവർക്ക് ഇന്നർ എൻവയൺമെൻറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റാറ്റിലെ എക്സ്പെരിമെൻറ്റോ ഗിനിപ്പിക്കിലെ എക്സ്പെരിമെൻറ്റോ ഒക്കെ മനുഷ്യനിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്യണം. കാരണം മനുഷ്യന് ഇൻഡിവിജ്വലായിട്ട് ഇന്നർ എൻവയൺമെൻറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പുറമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചിട്ട് അതിജീവിക്കാനും. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് വാക്കുണ്ട് മോഡിഫൈ ചെയ്ത് അതിനനുസരിച്ചൊരു പുതിയ ബോഡീനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി സാറായിട്ട് അതായിട്ടാണ് ഞങ്ങൾ റിസർച്ചിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി 1 സിംഗിൾ ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ റിസർച്ച് മുഴുവൻ നടക്കുന്നത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിസീസ്, ലേസർ, ഇഞ്ചക്ഷൻസ്. പക്ഷേ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതിയുടെ ട്രിവാൻഡ്രത്ത് തോന്നക്കൽ ഒരു ക്യാമ്പസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പുതിയ ക്യാമ്പസ്. അതിൽ ഈവൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു ഒരു ദിവസം. അതായത് ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കം ട്രയൽ നടത്തിയിട്ടുണ്ട്. ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഫീക്കൽ മാറ്ററിനെ ഡ്രൈ ചെയ്ത് അതിനെ ടാബ് ആക്കിയിട്ട് ക്യാപ്സ്യൂളാക്കിയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതടക്കം ചില അസുഖങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ എത്തിക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ എൻവയറമെൻ്റ് എന്ന് സാറ് പറഞ്ഞപ്പോൾ അത് വളരെ ഇതാണ്. അത് നമ്മുടെ അകത്തുള്ള മൈക്രോബിയലും അതല്ലാതെ ഫാക്ടേഴ്സും. പിന്നെ ഈ പറയുന്ന നമ്മുടെ എനിക്ക് തോന്നുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ നമുക്കറിയാം 140 കോടി ജനസംഖ്യയിൽ നമ്മളെ ആവറേജ് ശരാശരി പ്രായം ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 29 ശരാശരി പ്രായം 29, 140 കോടി ജനങ്ങൾ. ലോക ജനസംഖ്യ 800 കോടി. അതിൽ 140 ഈ അടുത്ത സെൻസസ് ആകാതെ കുറേ 2011 കണ്ടായത്. അത് കഴിഞ്ഞിട്ട് 21 സെൻസസ് നടന്നില്ല. അടുത്ത സെൻസസ് വരുമ്പോഴത്തേനും നമുക്ക് എത്ര പോപ്പുലേഷൻ അറിയില്ല. പക്ഷേ ശരാശരി പ്രായം 29. അപ്പോൾ ഈ ശരാശരി പ്രായം 29, ഈ അമേരിക്കയിലെ 39 എങ്ങാണ്ടാണ്, ചൈന അതിനേക്കാളും കൂടുതലാണ്, ജപ്പാനും കൂടുതലാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള യുവാക്കൾ എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് കോമ്പറ്റീഷൻ ഗ്ലോബലിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഉള്ള ഒരു സാഹചര്യം അല്ല ഉള്ളതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കരമായിട്ടുള്ള ഗ്ലോബൽ കോമ്പറ്റീഷനും സമ്മർദ്ദങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ അവരുടെ 1-2 ബിഹേവിയറിനെ മാത്രം അനലൈസ് ചെയ്ത് എന്തെങ്കിലും തീരുമാനം എടുത്ത പ്രശ്നമായി. കാരണം നമുക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്ട്രെസ്ഫുള്ളാണ് അവർ. പഠനത്തിലായാലും പഠിച്ചു കഴിഞ്ഞുള്ള കോമ്പറ്റീഷൻ ആയാലും വളരെ സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ക്രീനിങ് കമ്മിറ്റിയിൽ കോൺഫിഡൻഷ്യൽ വർക്കാണ്, അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിനെ 900 ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒറ്റ പോസ്റ്റാണ്. ഓൾ ഇന്ത്യയിൽ വളരെ പഴയ ഒരു കേന്ദ്ര സർവകലാശാലയിലാണ് നടക്കുന്നത്. പിന്നെ കേരളത്തിലല്ല, പുറത്താണ്. ഒരു പോസ്റ്റിന് 900 ആപ്ലിക്കേഷൻ. അതിൽ 95-നേക്കാളും കൂടുതൽ സ്കോർ ചെയ്തത് 100 പേരടക്കം, 100ഓളം ആൾക്കാരുണ്ട് ഏകദേശം. അപ്പം ഞാൻ പറഞ്ഞിരുന്ന ആ കോമ്പറ്റീഷൻ പറഞ്ഞാൽ അപ്പോൾ അത്രയ്ക്ക് ഒരു സോഷ്യൽ ഫാക്ടർ അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളെന്ന് എഴുതി പകുതി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഈ സ്ട്രെസ് റിലേറ്റഡ് എന്നാണുള്ളത്. നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ശരിക്കും അത് തന്നെയാണ് ആയുർവേദ ഗുണദോഷ അത് നോക്കിയിട്ട്, ശരീര ഗുണപ്രകൃതി നോക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്
along with the social factor and the social epigenetics to some extent. അവിടെ മോളിക്കുലർ ബയോളജിയുടെ എപ്പിജനറ്റിക്സ് സ്ക്രീനിങ് മെത്തേഡ്, ഇപ്പം മാഡം പറഞ്ഞ പോലെ പിന്നെ ഡൈസൾഫൈഡും ഇതൊക്കെ ഇല്ലേ, നമ്മുടെ ബൈസൾഫൈഡ് സീക്വൻസിങ്ങും അതൊക്കെ വെച്ചുകൊണ്ടുള്ള മാർക്കറും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രിസിഷനോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രോമ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ജനറ്റിക് എപ്പിജനറ്റിക് ലെവലിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫിസിഷ്യന് വളരെ കൃത്യമായിട്ടത് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ മരുന്നേ വേണ്ടാത്ത കേസായിരിക്കും, കൗൺസിലിംഗ് മാത്രം മതിയായിരിക്കും. ചില കേസിൽ നല്ല സന്തോഷപൂർവ്വം ചിരിച്ചുകൊണ്ടൊരു വാക്ക് മതിയാവും. അപ്പോൾ ദേ ആർ ഗിഫ്റ്റഡ് ഡോക്ടേഴ്സ് ലൈക്ക് സാർ ആക്ച്വലി ഗിഫ്റ്റഡ് ഡോക്ടേഴ്സ്. ദാറ്റ് ഈസ് ആക്ച്വലി ഓൾസോ ദർ ഈസ് എ സോഷ്യൽ എപ്പിജനറ്റിക്സ്, ഹ്യൂമാനിറ്റി ടച്ച്. നമുക്കറിയാം പഴയ അതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ഡോക്ടർ, ഫാമിലി മെഡിസിൻ്റെ ഒരു പ്രത്യേകത. നമ്മളത് പറഞ്ഞ ആ ഡോക്ടറോട് പോയാൽ നമുക്ക് ചിലപ്പം മരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പ്ലാസബോ ഇഫക്റ്റ് തന്നെ കാണുമായിരിക്കും, ഒരു സംശയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ എൻവയറമെൻറ്റ് പറയുന്ന വലിയൊരു ഫാക്ടർ തന്നെ അലോങ് വിത്ത് ദി എക്സ്റ്റേണൽ മാറ്റർ. അപ്പോൾ എപ്പിജീനോമിക്സും അതുപോലെ ഇതാണ് എക്സ്പോസോമിക്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വേരിയബിൾ എന്നുള്ളത്, മാർജിനലൈസേഷൻ, പോവർട്ടി. പക്ഷേ ഈ യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ 2024 റിപ്പോർട്ട് വായിച്ചാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. SDG പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2015 UN മെമ്പർ കൺട്രീസ് പ്രസൻറ്റ് ചെയ്തപ്പോൾ 17 ഗോളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഒരു പ്രധാനപ്പെട്ട ഗോളാണ്. അത് ഈ 2030 ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വെറും 16% പോലും അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്, ലോകാരോഗ്യ സംഘടനയടക്കം. അതേസമയം ഞാൻ ഞാൻ ഈ സക്ഷമയിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ദിവ്യാംഗൻ റിലേറ്റഡ്. സാറിന് അറിയാം, ഞാൻ സക്ഷമയിൽ ചെയ്തപ്പം നേരത്തെ സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം അത് എൻ്റെ കൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഒരു സ്ക്രീനിങ്, സാറിൻ്റെ കണ്ണിൻ്റെ കാര്യം സാർ പറഞ്ഞില്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ സാറിന് അത് മനസ്സിലായുള്ളൂ. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ കേൾവിക്കുറവുള്ള കുട്ടിയായാലും സ്കൂളുകളിൽ ഈ അച്ഛനമ്മമാർക്ക് അറിയുന്നില്ല, ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നറിയില്ല. അപ്പോൾ അച്ഛനമ്മമാർ അടിക്കും, നാട്ടിൻപുറത്ത് ചിലപ്പോൾ അടിക്കും, നീ എന്താ പഠിക്കാത്തത്, എനിക്കെന്താ കുഴപ്പം. പക്ഷെ കേൾവി ചെക്ക് ചെയ്യുന്നില്ല നമ്മളെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ കുട്ടിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു അതിൻ്റെ ഒരു സക്ഷമയുടെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ സ്കൂളുകളിൽ പോയി ഒരു സ്ക്രീനിങ് നടത്തുക എന്നുള്ളതാണ് ഒരു നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളിൽ പ്രത്യേകിച്ച് സ്ക്രീനിങ് നടത്തിയിട്ട് ഈ കേൾവിയുടെ കാര്യം നോക്കി പറ്റുമെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ്സ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ CSR മൊബിലൈസേഷൻ തന്നെയാണ്. അതുകൂടി അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു കൂടെ ചേർത്ത് പറയാമെന്ന്. സാറത് പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കൊരു വിഷമം തോന്നി. അറിയില്ല, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവിടെ. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ആ റെലവൻസ്, സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. ഒരുപാട് ടാലൻറ്റിനെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ടാലൻറ്റിനെ നഷ്ടപ്പെടും. ഒരു സ്ക്രീനിങ് ചെയ്ത് ചെറിയൊരു ഹിയറിംഗ് എയ്ഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറുന്ന ആളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ ഉണ്ട്, അങ്ങനെ. അപ്പം നമുക്ക് ആ രീതിയിലുള്ള ഒരു സ്ക്രീനിങ് അങ്ങനെ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു, അങ്ങനെ ഒരു കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു വേറെ സമയം ഉണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിച്ചതിൽ അവിടെ അത് how does social epigenetics relate to social justice? Very, very important question. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാനത് പറഞ്ഞത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു ബോർഡർ ഞാൻ ഷെയർ ചെയ്തത്. Can social epigenetics help us to understand the intergenerational transmission trauma? I think definitely it is possible. Social epigenetics, if you do, systematically, നമുക്കത് ചെയ്യാം. Understand the intergenerational transmission trauma. How can social epigenetics be applied in clinical practice to improve the patient outcome? It is actually $1 billion question, actually. Very important question. അല്ലേ? ഇതെങ്ങനെയാണ് പേഷ്യൻ്റ് കെയറിൽ, അതാണ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ വേരിയബിൾസും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്യേണ്ടില്ല. അത് അത്ര എളുപ്പമല്ല, കുറേ സമയം എടുക്കുമായിരിക്കും. ഭാവിയിൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഫാസ്റ്റാണ് സോഷ്യൽ എപ്പിജനറ്റിക്സ് മൂവ് ചെയ്യുന്നത്.
പിന്നെ can social epigenetics help us to understand the impact of social media in our health and well-being? അതും റിലേറ്റഡ് ചോദ്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയുടെ യൂസേജ് എല്ലാവരും നമ്മളടക്കം, നമ്മളെ കുട്ടികളെ പറയണ്ട, നമ്മൾ ഇത് നോക്കിയിട്ടാണല്ലോ എല്ലാം ഈ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിന് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഇപ്പോൾ അത് എത്ര സമയം ഉപയോഗിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു. അതേസമയം ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിതിൽ കാണാത്ത വേറൊരു ഫാക്ടറുണ്ട്, ഡിജിറ്റൽ ഡിവൈഡ്. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഒരു ട്രോമയാണ് യഥാർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ഡിവൈഡ് ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ ഈ ജനസംഖ്യയുടെ 140 കോടി ജനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 70-80 കോടി ജനങ്ങളും നാട്ടുമ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന IT റെവല്യൂഷൻ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് പബ്ലിക് ഹെൽത്ത് കെയർസ് ഇപ്പോൾ ഈ PHCയിലും CHCയിലും ഇപ്പോഴും പ്രായമായ ആൾക്കാർ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണുന്നത്. കാസർഗോഡ് VGM തിയേറ്ററിൽ പോകാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടും, എനിക്ക് ടിക്കറ്റ് അവിടെ റെഡി ആയിരിക്കും. പക്ഷേ ഈ സീനിയർ സിറ്റിസന് അവിടെ പോയി കാത്തു നിൽക്കണം. അവർക്ക് ഒരു OP ടിക്കറ്റ് കിട്ടുന്ന സംവിധാനം ഉണ്ടാവാം, എനിക്കറിയില്ല, ചില സ്ഥലത്തുണ്ടാവാം. ഈ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചിരുന്നു ഈ ഹെൽത്ത് മിഷൻ്റെ അവരിലുണ്ടെന്ന്. പക്ഷേ ഇത് അവരിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഞാൻ പെരിയയിൽ പോകുമ്പോൾ എനിക്കവിടെ പരിചയമുള്ള ഡോക്ടറുണ്ട്, ചിലപ്പം ബൈപ്പാസ് ചെയ്തൊക്കെ പോയി കിട്ടും. അവരുടെ പ്രായമുള്ള ആൾക്കാരുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ IT ആണ് IoT ആണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നാട്ടിൻപുറത്ത് അത് എത്തിയിട്ടില്ല. അതാണ് നമ്മുടെ മഹാനായ മിസൈൽമൈൻ പറഞ്ഞത്, പ്രൊവൈഡ് അർബൻ ഫെസിലിറ്റി ഇൻ ദ റൂറൽ ഏരിയ ആസ് പാർട്ട് ഓഫ് വിഷൻ 2020 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. PURA അത് എത്തിയിട്ടില്ല. അപ്പോൾ ഭാവിയിൽ ഇതൊരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകും. ഇതൊരു സോഷ്യൽ ട്രോമയാണ്. സോഷ്യൽ എപ്പിജനറ്റിക്സിന് ഭാവിയിൽ ഒരു ശരിക്കും വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ആ ഏരിയ, ഡിജിറ്റൽ ഡിവൈഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്യാഷ് ഉണ്ടാവില്ല. അത് വലിയൊരു വിഷയമാണ്. അത് ഞാൻ കൂട്ടത്തിൽ അത് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു ഫാക്ടറാണ്. പിന്നെ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ എപ്പിജനറ്റിക്സ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നമ്മൾക്കത് അറിയുന്ന കാര്യമാണ്. ശരിക്കും അത് വളരെയധികം ഇമ്പാക്റ്റ്ഫുള്ളാണ്. അതിൻ്റെ തന്മാത്ര ലെവലിലുള്ള കാര്യങ്ങളാണ് മാഡം ഡോക്ടർ ജാസ്മിൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നത്. ആ നൂല് പോലെ തെറ്റി നിൽക്കുന്ന ആളാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ ഹൊറോസ്കോപ്പ് ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതൊരു മിത്തായിട്ട്, ചിലപ്പോൾ നമ്മുടെ ഈ ജാതകവും ഗ്രഹനിലയും ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ ഒരു തരത്തിൽ. അതിൽ അന്ധവിശ്വാസം ഉണ്ടോ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കംപ്ലീറ്റായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ലെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. എവിടെയോ ഒരു തിങ്കിങ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ന്യൂസിൽ അത് ശാസ്ത്രീയമല്ല അശാസ്ത്രീയം. എന്താണ് ശാസ്ത്രം എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം എന്താണ് ശാസ്ത്രീയമല്ലാത്തത് എന്നുള്ളത്. എനിക്ക് കാണാത്തതൊന്നും ശാസ്ത്രമല്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ ശാസ്ത്രം ഞാൻ കാണുന്നതാണ്. ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, 1919 സ്പാനിഷ് ഫ്ലൂ വന്നപ്പോൾ എത്രയോ മില്യൺസ് ആൾക്കാർ അന്നും മരിച്ചുപോയി. 100 കൊല്ലത്തിന് ശേഷം, എക്സാക്ട്ലി 100 കൊല്ലത്തിന് 2019 കോവിഡ് വന്നപ്പോൾ പിന്നെയും മരിച്ചു. പക്ഷെ അന്ന് നമുക്ക് പിന്നെ പത്രസമ്മേളനം നടത്താനും ഞാൻ എല്ലായിടത്തും പത്രസമ്മേളനം നടത്താനും കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനും നമ്മുടെ കയ്യിൽ RT-PCR ഉണ്ടായിരുന്നു. വൈറസ് ഇന്നയാൾക്ക് ഈ കോവിഡ് വൈറസ് ഉണ്ട്, ഈ വകഭേദമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. 19 പറ്റിയിട്ടില്ല നമുക്ക് പറയാൻ. അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് വൈറസ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല. നമ്മൾ അതിന് പറ്റാത്തൊരവസ്ഥയായിരുന്നു. മഹാനായ ശാസ്ത്രജ്ഞൻ കാരി മുള്ളിസ് RT-PCR കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ 1993 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. 2019 നവംബറിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ PCR ആണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചത്. അദ്ദേഹം ആ PCR-ൻ്റെ ലോകം മുഴുവനും നാട്ടിൻപുറത്തെ നമ്മുടെ കാസർഗോഡിലെ ഒരു വില്ലേജിലെ ആൾക്കാർ പോലും അറിയപ്പെടുമ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു. ഈ മരിച്ചുപോയി അദ്ദേഹം. മഹാനായ ശാസ്ത്രജ്ഞനാണ് കാരി മുള്ളിസ്. നോബൽ സമ്മാനം കെമിസ്ട്രിയിൽ 93 കിട്ടിയ അദ്ദേഹത്തിന് നോബൽ സമ്മാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് വൈറസ് ഉണ്ടായിരുന്നു, നമുക്ക് ടൂളില്ലായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ ടൂളില്ലെന്ന് വെച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള കാര്യം ഇല്ലെന്ന് തീരുമാനിക്കാൻ അതൊരു എനിക്ക് തോന്നുന്നു അത് പറ്റും തോന്നില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറം ഉണ്ടാവാം, എനിക്കറിയില്ല, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ തെറ്റാം, ജാതകം ഇതൊക്കെ ഒബ്സർവേഷനാണ്.
നമ്മുടെ ഇന്നലെ CPCRIയിൽ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു, മറ്റേ ബിസിനസ് കോൺക്ലേവ്. അവിടെ എല്ലാം ഫാർമേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ഞാൻ പറഞ്ഞത് അബ്ദുൽ കലാം പറഞ്ഞ വാക്ക് തന്നെയാണ്, ടെക്നോളജി ഈസ് ലോക്കൽ, സയൻസ് ഈസ് യൂണിവേഴ്സൽ. അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ വിഷണറി ആട്ടോ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾക്ക് വാക്കണം. ഈ സയൻസ് പിന്നീടാണ് ഫോളോ ചെയ്യുള്ളൂ, ടെക്നോളജി മനുഷ്യന് ആവശ്യമുള്ളത് ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മനുഷ്യനെ ആദ്യം നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചിട്ട് മനുഷ്യന് വേണ്ടത് അത്യാവശ്യമുള്ളത് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതും അവൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ളതും നിങ്ങൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് ശാസ്ത്രം പുറകെ വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. വലിയൊരു കാഴ്ചപ്പാടാത്, എന്തോ വിഷനാണ് അതിൻ്റെത്. ടെക്നോളജി ഈസ് ലോക്കൽ, ഗോ ഫോർ സയൻസ്. ഐ മീൻ സയൻസ് ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് വിൽ ബി ദാറ്റ്. ടെക്നോളജി ലോക്കലാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കൃഷിശാസ്ത്രം പഠിച്ചിട്ടല്ല പണ്ട് തിരുവാതിരയും ഞാറ്റുവേലയും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയത്. 27 ഞാറ്റുവേലയും പിന്നെ തിരുവാതിര ഞാറ്റുവേല എന്താണ്, അതുപോലെ നമ്മുടെ ഈ ശിവതാണ്ഡവം ഒക്കെ ആയിട്ട് അത് മനുഷ്യന് ഓരോ ഓർമ്മയ്ക്കായിരിക്കാം, പക്ഷെ എന്നാലും അതിലൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് നമുക്ക് പറയാം. ആ വാക്കാണ് അതിന് ഏറ്റവും ചേരുക, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇപ്പം ചില ഡോക്ടേഴ്സിന് ജസ്റ്റ് പേഷ്യൻറ്റിനെ കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് സംഭവം, 2 വാക്ക് ചോദിച്ചാൽ മതി. അതേസമയം നമ്മൾ ഡെവലപ്ഡ് സിറ്റിയിലൊക്കെ പോയി ഡോക്ടറാണ് ഉടനെ ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് തന്നെ വരും, നമുക്കറിയാം അത് കംപ്ലീറ്റ് പാനൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്, ആ ഒരു ഹോളിസ്റ്റിക് ഗ്രിപ്പ്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വേറൊരു ഡയറക്ഷനിലായിപ്പോയി, അത് സോറി. നമുക്ക് പിന്നെ വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ എപ്പിയറൻസ് ഇൻ ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ? Lot many, all very good questions, fantastic. I think each question will become actually work, it will be a PhD thesis. Very good questions. For example, bipolar disorder. Bipolar disorder is a multigenic disorder. തെളിയിച്ചതാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്തതാണ് ബൈപോളാർ ഡിസോർഡർ. അപ്പോൾ അത് ലീനിയർ കണക്ഷൻ അല്ല, മൾട്ടിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. How can we protect our families from the negative effect of stress on our epigenetic? This is also a wonderful question. ഞാൻ എവിടെയോ വായിച്ചു, ഈ ഏറ്റവും പിരിമുറുക്കമുള്ള ആൾക്കാർക്ക് അവരുടെ DNA വളരെ കണ്ടൻസ് ആയിരിക്കും എന്നാണ് കേട്ടത്. അത് പിന്നെ ഇപ്പോൾ ഈ അസറ്റൈലേഷനും അസറ്റൈലേഷനും അതൊക്കെയാണ് ഇതിനെ റിലാക്സ് ചെയ്യാനും അതിനെ പിന്നെ കണ്ടൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിരിക്കും ഈ മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാർക്ക്. ആ സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളതാണ് അത് പറയുന്നത് ശരിക്കും. അപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ എപ്പിജനറ്റിക്സ് അഫക്ട്സ് ദി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ? ഓൾറെഡി മാഡം ടോൾഡ് ദാറ്റ്. ഏറ്റവും കൂടുതൽ എപ്പിജനറ്റിക്സ് അഫക്ട് ചെയ്യുന്ന ബ്രെയിനെയാണെന്നുള്ളതാണ്, ന്യൂറോളജിക്കൽ നെർവ് സെല്ലിനെയാണെന്നുള്ളത്. ഹൗ ഡസ് സോഷ്യൽ എപ്പിജനറ്റിക്സ് റിലേറ്റ് ടു ദി കൺസെപ്റ്റ് ഓഫ് എപ്പിജനറ്റിക് ഇൻഹെറിറ്റൻസ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എപ്പിജനറ്റിക് ട്രാൻസ്ജനറേഷണൽ എങ്ങനെയാണെന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്ത് അത് പറയുമ്പോഴാണ് വളരെ വിവാദമായ നമ്മുടെ എൻഡോസൾഫാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവിടെ എൻഡോക്രൈൻ ഡിസപ്റ്ററാണ്. അത് DNA ബ്രേക്കേജ് ഉണ്ടാക്കുന്നെന്ന് സതീഷ് രാഘവൻ സാറ് IIScയിൽ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അതേസമയം എപ്പിജനറ്റിക് മോഡിഫിക്കേഷനിൽ അത്ര കണ്ട് സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, കൂടുതലൊന്നും കണ്ടില്ല. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്, ഇത് എൻഡോസൾഫാൻ അടിച്ചിട്ട് ഇത്രയും വർഷമായില്ലേ, അപ്പോൾ ഇനി അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്നുള്ള ആ തരത്തിലുള്ള ഇത് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലിങ്ങനെ തോന്നിയാണ്. അത് വിവാദമായ കാര്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞ ട്രാൻസ്ജനറേഷനിൽ ഇഫക്റ്റ് ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. അത് അന്നടിച്ചാൽ ഇപ്പം എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് എപ്പിജനറ്റിക്സ്, സോഷ്യൽ എപ്പിജനറ്റിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് സോണാണത്. എൻഡോസൾഫാൻ അല്ല, മറ്റ് 4 പെസ്റ്റിസൈഡ്സ് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു എപ്പിജനറ്റിക് സ്റ്റഡീസ്. പക്ഷെ നമ്മൾ മോഡൽ സിസ്റ്റം ആനിമൽ അല്ല യൂസ് ചെയ്ത, പ്ലാന്റ് ആയിരുന്നു. കാരണം ഈ അടുത്ത തലമുറ സ്ക്രീൻ ചെയ്യാൻ എളുപ്പമാണ്, എത്തിക്കൽ ഇഷ്യൂസ് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തപ്പം 3ാമത്തെ തലമുറയിൽ വരെ ചേഞ്ച് വേണം. അപ്പൊ അത് എൻഡോസൾഫാൻ പക്ഷെ നമുക്ക് നോക്കി we don't know how it is badly impacting, റിവേഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഡൊമൈനാണ് ശരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. How does epigenetics relate to the concept of epigenetic inheritance? Can social epigenetics help us to understand why some people are more prone to certain diseases?
ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ നാച്ചുറലി അവരെ ശരീരപ്രകൃതി ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹൗ ക്യാൻ വി അപ്ലൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ എപ്പിജനറ്റിക്സ് ടു ഇംപ്രൂവ് അവർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് വാട്ട് ഫ്യൂച്ചർ ടെക്നോളജി, വാട്ട് ഐ വാസ് telling, IT enabled, IT enabled or IoT enabled. IoT അറിയുമ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇപ്പോൾ ഭാവിയിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പറയുമ്പോൾ തിങ്സ് ആർ ബിക്കമിങ് സ്മാർട്ടർ. ഹ്യൂമൻ ബീങ്സ് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ എനിക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സെൻസർ ഘടിപ്പിക്കുമായിരിക്കും, അതിലെല്ലാം കാണുമായിരിക്കും, ഒരു റോബോട്ട് ചാടി അകത്ത് വന്നിട്ട് ഇഞ്ചക്ട് ചെയ്ത് പോകുമായിരിക്കും. അതാണ് നമ്മൾ വെച്ചാൽ മനുഷ്യന് എല്ലാം IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പം ഞാൻ കേട്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഐസറിൽ വർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ബാറ്ററി ഫോൾഡിങ് ബാറ്ററി ആക്കാം, പിന്നെ അല്ല അതെ ഫോൾഡിങ്. അപ്പോൾ ഇത് ചുരുട്ടി പൊന്നു പോലെ പോക്കറ്റിൽ വെക്കും. ഇതിങ്ങനെ കൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഇത്രയും വലുത്. അപ്പോൾ ബാറ്ററി ഇത് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ടെക്നോളജി വരും. പിന്നെ ഈ IoTയിൽ ഈ സ്പീക്കർ ഇവിടെ ബയോ പ്രിൻറ്റിങ് ചെയ്യുന്ന ഒരു മെക്കാനിസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്പീക്കറായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഈ പറയുന്ന സോഷ്യൽ എപ്പിജനറ്റിക്സിന് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ സംഭവിക്കുമായിരിക്കാം. ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബൂസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ മെഡിക്കൽ പ്രാക്ടീസ്, ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്, അൾട്ടിമേറ്റ്ലി ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, ഫോർ എവറിത്തിങ്. സോ എനിക്കൊന്ന് വേറെ കന്നഡയിൽ എഴുതേക്കല്ല, മലയാളം. അപ്പോൾ എല്ലാവർക്കും ಮಲ್ಟಿಲಿಂಗ್ವಲ್ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ಇದಕ್ಕೊಂದು ಬೆಸ್ಟ್ ಎಕ್ಸಾಂಪಲ್ ನಾನು ಕಂಡಿರೋದು ವರ್ಕ್ ನಡೀತಾ ಇದೆ ಇಂಟಗ್ರೇಟಿವ್ ಮೆಡಿಸಿನ್. ಒಂದು ಬೆಸ್ಟ್ ಎಕ್ಸಾಂಪಲ್ ನಮ್ಮ ಡಾಕ್ಟರ್ ನರಹರಿ ಅವರು, ಇಲ್ಲಿ ನರಹರಿ, and one of my PhD student did PhD also in collaboration with them actually. That is a integrative medicine. What he told is actually, see, earlier filariasis they used to do surgery ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സർജറി ചെയ്തിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയൊക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫൈലാരിയാസിസിലൊരു മെയിൻ പ്രശ്നം കൊളാജൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാലിൻ്റെ ഇതിൻ്റെ കൂടുകയാണ്, കറുത്ത് കൂടുകയാണ് അതിൻ്റെ ശരിക്കും. അതിൽ ലിംഫ് ബ്ലോക്ക് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ലിംഫ് പറയുന്ന ഒരു സംഭവം നമ്മുടെ തിരിച്ച് വരേണ്ട കാര്യം അതവിടെ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിനെ അവരുപയോഗിച്ചത് ഉദ്വർത്തന യോഗമാണ് അതിന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത്. അതായത് ആൻറ്റി ഗ്രാവിറ്റി ഇങ്ങനെ വെക്കുക, എന്നിട്ട് കംപ്രഷൻ ബാൻഡേജിങ് കൊടുത്തിട്ട് എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. എന്നിട്ട് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഡോക്ടർ ഗുരുപ്രസാദ് അഗീതാര, MD ആയുർവേദ. അപ്പോൾ അദ്ദേഹം അവർ ചെയ്യുന്നത് ഈ വരുന്ന പേഷ്യൻറ്റിനെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ട് സാറ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ശരീര ഗുണപ്രകൃതി നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഈ അവർക്ക് ഈ പിന്നെ കംപ്രഷൻ ബാൻഡേജിങ് ചെയ്തിട്ട് തന്നെ മസാജിങ് ഒക്കെ ഉണ്ട്. അതായത് ഈ ലിംഫ് തിരിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജാത്യാദി തൈലം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ചില ആൾക്കാരിൽ ജാത്യാദി തൈലമാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ 2-3 തൈലങ്ങളുടെ പേര് പറഞ്ഞിരുന്നു ഡോക്ടർ. അപ്പം അത് പ്രാക്ടീസ് ചെയ്തതാണ്, അത് ഇഫക്റ്റ് ഉള്ളതാണ്. അങ്ങനെ ചെയ്തപ്പോൾ അതിനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ശരീരപ്രകൃതി അസസ് ചെയ്യാൻ അറിയണം. നമുക്കതിന് ഡയഗ്നോസ്റ്റിക് ടൂളില്ല. അതാണ് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ. ഈ ആയുർവേദത്തിലെ ഒരു പ്രശ്നം എന്നല്ല ഞാൻ പറഞ്ഞ്, അതിൻ്റെ മോഡേൺ മെഡിസിനുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഡയഗ്നോസിസാണ്. സ്പർശനം ദർശനം ഒക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ആയുർവേദ വിധി പ്രകാരം ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ജോയിൻറ്റ് നോക്കിയ ഡോക്ടേഴ്സിനെ അറിയാം അവർക്ക് എന്താണെന്നുള്ളത് ശരീരപ്രകൃതിയൊക്കെ. പക്ഷേ ഇത് അലോപ്പതി ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്തുകൊണ്ട് എത്ര കണ്ട് ആ ക്ലാസിഫിക്കേഷന് ഇത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ആ ലിങ്ക് ചെയ്യാനുള്ളൊരു പ്രയാസം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ നരഹരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സെലക്ട് ദ ബെസ്റ്റ് എന്ന രീതിയായിരുന്നു അവർ ഉപയോഗിച്ചത്. നമ്മൾ ഇതിൽ ഇതൊരു ടെർമിനൽ കേസാണ്. അതായത് പിന്നെ അല്ലെങ്കിൽ വേറെ വഴിയില്ല അതിന്. അപ്പം നമ്മളിത് ഏറ്റവും ബെസ്റ്റ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ഇവർ ചെയ്തപ്പോൾ അത് ഇഫക്റ്റീവായിട്ടുണ്ട്. അതിൻ്റെ ഗർത്ത് കുറയുന്നുണ്ട് നന്നായിട്ട്, സർജറി ഇല്ലാതെ. സർജറി ചെയ്താൽ വളരെ ടഫായിരിക്കും അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അത് ഇന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അദ്ദേഹത്തിന് വെൽക്കം ട്രസ്റ്റിൻ്റെ ഗ്രാൻഡ് കിട്ടി അത് വർക്ക് ചെയ്യാൻ. അതിൽ നടക്കുന്ന ഗവേഷണം പറയാനാണ്. വെൽക്കം ട്രസ്റ്റിൻ്റെ ഗ്രാൻഡും കിട്ടി. അത് ആയുഷ് പറയുന്നത് നമ്മുടെ ഈ മിനിസ്ട്രിയില്ലേ, ഇന്ത്യൻ മിനിസ്ട്രി ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നുള്ള ആയുഷ് മിനിസ്ട്രിയുടെ ഇവരെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആയുഷ് മിനിസ്ട്രി അക്സെപ്റ്റ് ചെയ്ത് ഇപ്പം അവരുടെ സെൻറ്റർ UP-യിൽ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റ്.
അത് ആയുഷിൻ്റെ പ്രോട്ടോക്കോളിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻ്റഗ്രേഷൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള വേറൊരു പ്രശ്നം, അലോപ്പതി ഡോക്ടേഴ്സ് കൺസേൺഡ് ആവുന്ന ഒരു പ്രശ്നം, ഈ മെഡിസിന് നമ്മൾ ആയുർവേദ മെഡിസിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികളുടെ പേര് പറയും, പക്ഷേ അത് എങ്ങനെയാണ് അതിന് കെമിക്കൽ കണ്ടൻറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചില കേസിൽ പറയുന്നത് നെഫ്രോടോക്സിക് ആവുന്നുണ്ട്, കിഡ്നി ഡിസോർഡേഴ്സ് ലേറ്റർ ഓൺ അത് വരും എന്നൊക്കെ പറഞ്ഞ് പല കോംപ്ലിക്കേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതുകൊണ്ടാവാം ഒരു പക്ഷേ അലോപ്പതി ഡോക്ടർ പറയുന്നത്, അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് കാരണം പിന്നീട് കോംപ്ലിക്കേഷൻ വരണ്ടെന്ന് വെച്ചിട്ടാവും. പക്ഷേ ഇതിൻ്റെ ഫോർമുല ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ, അവിടെയാണ് ആ ഒരു ഇൻ്റർഫേസിങ് നടക്കുന്നുണ്ട്. ആയുർവേദം മോശം നല്ലതല്ല പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ആയുർവേദ മെഡിസിനിലെ രാസഘടകം ഏതാണ് ആ മരുന്നിന് കാരണമായതെന്നുള്ളൊരു മോളിക്യൂൾ നമ്മൾ കണ്ടെത്തിയ അതിനെ മാത്രം വേർതിരിച്ച് കൊടുക്കാന്ന് വെച്ചാൽ ആ മരുന്നിന് ഗുണമുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ആയുർവേദത്തിന് ബയോ അവൈലബിലിറ്റി അറിയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ കുർക്കുമിൻ നമ്മുടെ ഇത് മഞ്ഞളിലുള്ള ഒരു ഘടകമാണ് കുർക്കുമിൻ. ആ കുർക്കുമിൻ മാത്രമാകുമ്പോൾ ഞങ്ങൾ ലാബിൽ ഉപയോഗിക്കുന്നതാണ്. കുർക്കുമിൻ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ഡെഡാവും, പെട്ടെന്ന് കോശങ്ങൾ ഡെഡാവും, ടോക്സിക്കാണ്. പക്ഷേ കുർക്കുമിൻ മൊത്തത്തിൽ നമ്മൾ അരച്ച് നമ്മൾ പലതിനും ഉപയോഗിക്കും, നമുക്ക് ടോക്സിക് അല്ല. അപ്പോൾ അതിനകത്തൊരു ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി ഉണ്ടല്ലോ, നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് ഒരെണ്ണത്തിനെ മാത്രം വേർതിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബയോ അവൈലബിലിറ്റി, അത് ഫാർമക്കോളജിയിൽ വരുന്നതാണ്, ബയോ അവൈലബിലിറ്റി കുറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ അലോപ്പതി ഡോക്ടേഴ്സ് കൺസേൺഡ് ആവുന്നത്. പക്ഷേ അത് രണ്ട് ഇൻ്റഗ്രേറ്റഡ് ചെയ്തിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്. ഈ സെൻറ്റർ ഫോർ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ഓൾസോ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞ അസുഖത്തിന്, അപ്പോൾ സാറ് പറഞ്ഞ ആ ശരീരപ്രകൃതി നോക്കിയിട്ട് സാറത് ശരിക്കും ഒരു ആയുർവേദത്തിൻ്റെ ഒരു അല്ല സാറേ ആ ഒരു ആംഗിളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ആയുർവേദത്തിൻ്റെ ആംഗിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് മെഡിസിനേക്കാളും ആ ഒരു ഇഫക്റ്റ് നമുക്കത് കിട്ടും. അതായത് പ്രോപ്പർ അലോപ്പത്തിക് എലോണിന് പകരം നമ്മൾ ക്ലാസിഫൈങ് ആൻഡ് ബേസിക്കലി അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ശരിക്കും ഈ 2000 ജീനോം സീക്വൻസ് പറഞ്ഞല്ലേ, അന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നല്ലോ, ഇന്ത്യയിൽ ഇതിൻ്റെ ലീഡറായിരുന്ന നമ്മുടെ സമീർ ബ്രഹ്മചാരി, IGIB, അദ്ദേഹം അതിൻ്റെ ലീഡറായിരുന്നു. അപ്പം ഞാൻ US പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന സമയമാണ് അദ്ദേഹം MIT വന്നിരുന്നു, സമീർ ബ്രഹ്മചാരി. ഈ ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഒരു കാർഡിൽ നമ്മുടെ DNA സീക്വൻസ് മൊത്തം അതിലാക്കിയിട്ട് ഒരു കാർഡ് ഇറക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആണ് ആദ്യം കംപ്ലീറ്റ് ജീനോം സീക്വൻസ്, സമീർ ബ്രഹ്മചാരി സാറിൻ്റെ. പിന്നീട് ICSR ഡിഗ്രി അതിൻ്റെ MIT കൊണ്ടുവന്ന് കാണിച്ചിരുന്നു, നമ്മൾ ഇന്ത്യയിൽ ഇത് കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ ജീനോം സീക്വൻസ് ഇതിലാണ്. അപ്പം ഈ ജീനോം സീക്വൻസ് വെച്ചിട്ടാണ് ഭാവിയിൽ ഇവരെ ശരീരപ്രകൃതി കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ മരിച്ചുപോയ മഹാനായ നമ്മുടെ പിന്നെ അറിയപ്പെടുന്ന ഡോക്ടർ വലിയത്താൻ സാറിൻ്റെ ടോക്ക് ഞാൻ നേരിട്ട് കേട്ടത്. അദ്ദേഹം ഇന്ത്യയിൽ ആയുർവേദിക് ബയോളജി അറിഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിരുന്നു ഇതിന് വേണ്ടിയിട്ട്, ആയുർവേദിക് ബയോളജി. അതിൽ അവർ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് നമ്മുടെ ബയോ കെമിക്കൽ മാർക്കറോ നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പേഷ്യൻറ്റിനെ വാതപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ കഫപ്രകൃതിയാണോ എന്ന് അറിയാൻ പറ്റും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സൈറ്റോകൈൻ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് വലിയ വർക്ക് നടന്നിട്ടുണ്ട് അതിൽ. പക്ഷേ അതിലൊരു ടാഞ്ചിബിളായിട്ട് ഒരു പ്രോട്ടോക്കോളായിട്ട് ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില മാർക്കേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഇതിൽ പ്രശ്നം വരുന്ന ആ ഡയഗ്നോസിസിലാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് അലോപ്പതി ഡോക്ടേഴ്സ് കൂടുതൽ കൺസേൺഡുമാണ്. അതാണ് അതിൻ്റെ ശരിക്കുള്ള അല്ലേ സാറേ, വേറെ അല്ലേ, അത് രണ്ടാണ് അതിലൊരു മെയിൻ ഫാക്ടർ. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് മെഡിസിന് സെലക്ട് ദ ബെസ്റ്റ് ഒബ്സർവേഷൻ ബേസ്ഡ്, അതിനെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ യൂസ് ചെയ്തോളൂ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഒബ്സർവേഷൻ ബേസ്ഡ്. അത് അവസാനം പോകുന്നത് ടെക്നോളജി ഈസ് ലോക്കൽ, സയൻസ് ഈസ് യൂണിവേഴ്സൽ. Thank you, sir, for your wonderful session. Now I request. Sir, പറഞ്ഞില്ലേ ലൈക്ക് എന്താ പറയുക, ആൻറ്റി ബാക്ടീരിയൽ കണ്ടിന്യൂ ഉപയോഗിച്ചു, ബാക്ടീരിയ ഇതായി എന്ന് പറയുന്നത്. ഇപ്പോൾ നാളെ സപ്പോസ് ഞാൻ എന്താ പറയുക, ഒരാൾ വന്ന് പറയാണ് വെള്ളം നിങ്ങൾ കണ്ടിട്ടോ അത് മാറുകയാണെന്ന് പറയുകയാണ്, എന്നിരിക്കട്ടെ. അത് ഒരാൾക്ക് നന്നായി ശരിയായി, കുറച്ച് ആൾക്ക് വീണ്ടും വരുന്നു ശരിയായി നന്നായി, ഇങ്ങനെ എന്നൊരു വിശ്വാസമാകുന്നുണ്ട്. അയാളടുത്ത് പോയാൽ ഈ സംഭവം മേ ബി എനിത്തിങ് ഞാൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്, ബട്ട് മേ ബി സംതിങ് എനിത്തിങ് എൽസ്. അങ്ങനെ
what is this? This is becoming a make-believe actually, that whatever I put, it becomes, what is it, reverse, I mean, it can be cured. So basically thing what is happening is, for some people, it is a trust of that person. Like, see, if I am a doctor, trust of me makes that, ee pullinathu poya, it will be reversed. My happy hormones will be increased or something like that. Yeah. So we definitely can't answer all these things. Like, കുറച്ചാൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് കേരളത്തിൽ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയാൽ ചില ക്യാൻസറൊക്കെ മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അലോപ്പതിയിൽ മാറിയിട്ടില്ല, ആയുർവേദത്തിൽ മാറിയിട്ടില്ല എന്ന് കേട്ട്, ഒരു സ്ഥലം പറയുന്നില്ല. അപ്പോൾ see, basically it's all confidence. Sometimes confidence can cure diseases. So we can't say that it's because of that medicine or it is because of that thing. So like, what's your state on that actually? Yeah, actually on that, quickly I will tell, there are a lot of peptides secreted from our hypothalamus and that's called endorphins. ഒരു എക്സാമ്പിൾ ആയിരുന്നു എൻഡോർഫിന്. ചിലപ്പോൾ എനിക്കൊരു പെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മുടെ ശരീരത്തിലുള്ള പെയിനിന് നമ്മുടെ ശരീരത്തിൽ തന്നെ പെയിൻ കില്ലർ ഉണ്ട്, അതാണ് എൻഡോർഫിൻ ഒക്കെ. അത് പോയിട്ട് ബ്ലോക്ക് ചെയ്യും, പെയിനിനെ നമ്മൾ സപ്രസ് ചെയ്യും. അപ്പോൾ ഈ പെയിൻ സപ്രസ് ചെയ്യുന്നതിന് പകരം നമുക്ക് മെഡിസിൻ എടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ വേദന പിന്നെയും കൊടുക്കും? പക്ഷേ എൻഡോർഫിൻ ഇഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്നില്ലായിരിക്കാം. അപ്പോൾ അതാണ് ആ പെയിൻ സ്കെയിൽ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിളായി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുമ്പോൾ ആ ഡോക്ടറെ ചിലപ്പോൾ ഒരു ചിരി മതിയായിരിക്കും, എനിക്ക് ഒരു ഗുഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്, ഒരു ഗുഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടാവാം. എൻഡോർഫിൻ ഹാപ്പി ഹോർമോൺ, അതാണ് ഉദ്ദേശിച്ചത്. എൻഡോർഫിൻ ആണ് ഹാപ്പി. വേറെ ഉണ്ട് ഓക്സിറ്റോസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്സിറ്റോസിൻ ബോണ്ടിങ്ങിന് വരുന്ന ഓക്സിറ്റോസിൻ, അങ്ങനെ പല പെപ്റ്റൈഡുകളുണ്ട്. ഇത് ചിലതൊന്നും മാപ്പ് ചെയ്തിട്ടില്ല, ചിലത് അറിയാം, അതിൻ്റെ ബൈൻഡിങ് റിസപ്റ്ററും കാര്യങ്ങളൊക്കെ അറിയാം ന്യൂറോ ട്രാൻസ്മിഷനിൽ. അപ്പോൾ ഒരു തരത്തിൽ അത് തെറ്റോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതി തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേറെ അത് ഒരു പ്യോർ കമർഷ്യൽ ലൈനിൽ പോരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൗൺസിലിംഗ് അത് തന്നെയല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ വളരെ കൂടുതൽ ഡിപ്രസ്ഡാണ്. എൻ്റെ കൗൺസിലിങ്ങിൻ്റെ അവിടെ പോയപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ഭേദമുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ ഇപ്പോൾ. ബട്ട് ഇപ്പോഴത്തെ കുട്ടികളൊന്ന് നമുക്കൊന്ന് ചീത്ത വിളിക്കാൻ പോലും പറ്റില്ല, വളരെ ഫ്രജൈലാണ്. നമ്മളൊക്കെ നേരത്തെ മലമൂല സാറ് പറഞ്ഞ പോലെ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇരുത്തി അടിച്ചിട്ട് താഴെ നിന്ന് അടിച്ച ശേഷം ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നിട്ട് മുട്ടിനാണ് അടി. അത് വെച്ചാൽ ആ രീതിയിലുള്ളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ കൊണ്ട്. അപ്പോൾ നമുക്കൊരു ബഫറിങ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ ഒരു അഡാപ്റ്റബിലിറ്റി ആണ് അത് ശരിക്കും. പക്ഷേ എന്താ വെച്ചാൽ അവിടെ പ്രശ്നം വരുന്നത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യണം. അതാണ് ആക്ച്വലി അത് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു സോഷ്യൽ എപ്പിജനറ്റിക്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. വെച്ചാൽ ഞാനത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇങ്ങനെ സ്റ്റഡി ചെയ്യണം. ഇത് തന്നെയാണ് പ്ലാസബോ ഇഫക്റ്റ് എന്ന് പറയും. നമ്മൾ മെഡിസിനിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയലിൽ ഉപയോഗിക്കുമ്പോൾ പ്ലാസബോ ഇഫക്റ്റ് എന്ന് പറയും. ഇപ്പോൾ 100 പേർക്ക് കോവിഡ് ഷീൽഡ് വാക്സിൻ കൊടുത്തിട്ട് അവർ സക്സസ് ആണെങ്കിൽ നമ്മൾ പാരലലി ഫേസ് 1 നമ്മൾ പ്ലാസബോ കൊടുക്കും. അതായത് ഡബിൾ ബ്ലൈൻഡ് ആണ്, ആർക്കാണ് പ്ലാസബോ കൊടുത്തത് ആർക്കാണ് മരുന്ന് കൊടുത്തത് എന്നുള്ളത് നമ്മൾ മാസ്ക് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്, ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി. അപ്പോൾ അത് പ്ലാസബോ ഇഫക്റ്റ് ഉണ്ട് ചിലതിൽ, മിക്ക കേസിലുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ വിഷമമുള്ള സമയത്താണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിച്ചോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സുഹൃത്തിനോട് സംസാരിച്ചാൽ റിലീഫ് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിനോടൊരു ഇതുണ്ട്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു ചില സാഹചര്യത്തിൽ എന്നുള്ളതാണ്. അതൊരു വിശ്വാസമായിട്ട് മാറുന്നു, പിന്നെ അദ്ദേഹത്തിന് ഒരു ദൈവികത കൽപ്പിക്കുന്നു, അതൊന്നും പാടില്ല എന്നേ ഉള്ളൂ. അത് മാത്രമാണ് അവിടെ അശാസ്ത്രീയമായിട്ട് തോന്നുന്നത്. അത് അല്ലെങ്കിൽ അത് നല്ലൊരു പ്രാക്ടീസ് അല്ലേ ശരിക്കും, സോഷ്യൽ ബോണ്ടിങ് അല്ലേ അത്.